ഒരു മീറ്റിംഗ്. ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്ത ആളുകളുണ്ട്, അതിന് മുന്നത്തെ 2 ദിവസം മുന്നേ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. ഈ ഒരു ഡിസംബർ മാസം സ്റ്റാർട്ട് ചെയ്ത ആൾക്കാരും ഈ മീറ്റിങ്ങിലുണ്ട് കേട്ടോ. അതാണ് ഇതിന്റെ പ്രത്യേകത. നസീറ ഈ മാസം ജോയിൻ ചെയ്തതാണ്. ജീന ജസ്റ്റിൻ ജോയിൻ ചെയ്ത് 2-3 ദിവസമേ ആയുള്ളൂ. അതിന് വ്യത്യാസം മനസ്സിലാകുന്നുണ്ടോ? ജീന ജസ്റ്റിൻ ജോയിൻ ചെയ്തിട്ട് 2-3 ദിവസമായിട്ടുള്ളൂ. നസീറ ജോയിൻ ചെയ്ത് ഒരാഴ്ചയായിട്ടുള്ളൂ. ബാക്കിയുള്ള ആൾക്കാർ 1 മാസം 2 മാസം അല്ല ഒരു 6 മാസം 1 വർഷമൊക്കെ ആയിട്ടുള്ള. അങ്ങനെ സെലക്ട് ചെയ്തിരിക്കുന്ന 21ഓളം ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. ഞാൻ ടോട്ടൽ 100 പേരെ സെലക്ട് ചെയ്യുന്നുണ്ട്. അത് ഇതുവരെ ആയിട്ടില്ല എനിക്ക്. ഒരു ഗ്രൂപ്പിൽ 38 പേരോളാണ്. ഓക്കെ, ഈ ഗ്രൂപ്പിൽ 22 പേരേ ഉള്ളൂ. അത് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് 100% സക്സസ് ആവാറുണ്ട്. മറ്റുള്ള എല്ലാ ടീമും ചെയ്യുന്നത് അത് വിജയിക്കാതെ പകുതി ഡ്രോപ്പ് ചെയ്യാതെ സ്വാഭാവികം ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം 1000 പ്ലാൻ ചലഞ്ചസ് എന്ന് പറഞ്ഞാൽ, സുഷിതൊക്കെ ഓർമ്മയുണ്ടല്ലോ, പഴയ ആൾക്കാർക്ക് അറിയാം. 1000 പ്ലാൻ ചലഞ്ചസ് വിന്നിംഗ് ടീം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആരും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ 1000, 2000, 3000 അല്ല, അതിനപ്പുറം ജോയിനിങ് ആയി നമ്മുടെ ടീമിൽ. 1000 പ്ലാനല്ല നമ്മൾ കാണിച്ചെടുക്കുന്നത്. നമ്മൾ അത്രയിലും അതിൽ കൂടുതൽ ജോയിനിങ് തന്നെ നമ്മുടെ ടീമിലായിട്ടുണ്ട്. നമ്മൾ ഇപ്പോഴും സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. അല്ലെ, ആ സമയത്ത് ഓഗസ്റ്റ് ഏത് മാസം നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്, ഇതുവരെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല. ഇപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ വിന്നിംഗ് ടീം കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പ് 20 ഹോൾഡേഴ്സ്, ടോപ്പ് 20 വ്യക്തികളെ സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ 20 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊരു ചലഞ്ചസ് വന്നത് FRUവിന് പോകണം. ആ 20 പേര് 20 പേര് CEP സബ്സ്ക്രൈബ് ചെയ്യണം. അത് ഞാൻ സെലക്ട് ചെയ്ത് 20 പേർക്ക് അത് പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്തു. 20 പേര് CEP സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് 20 പേർക്ക് ഹിന്ദി അറിയാത്ത ആൾക്കാരാണ് കൂടുതൽ ആൾക്കാർ. ഓക്കെ, അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്ത സമയത്താണ് വിന്നിംഗ് ടീമിന്റെ വിട്ടിട്ട് ഈ വെസ്റ്റ് കമ്പനി നമുക്ക് 20 പേരുടെ സെലക്ഷൻ തന്നത്. അപ്പൊ അതിൽ 20 പേര് സെലക്ഷൻ ചെയ്തതിൽ അവർ കമ്പനി മാനേജ്മെന്റ് കൂടെ സപ്പോർട്ട് ചെയ്യണ്ടാവും. അപ്പൊ അതിലും നമുക്ക് കുറെ ആൾക്കാർക്ക് അത് പേടിയുണ്ട്, അത് എത്താൻ പറ്റുമോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കോൺഫിഡൻറ്റ് ഇല്ലായ്മയുണ്ട്. അപ്പോൾ അതിൽ 20 പേരെ സെലക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയും ഞാനൊന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് ഞാൻ എൻ്റെതായ രീതിയിൽ 100 പേരെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ എനിക്കതിൽ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും, വിജയിക്കാൻ സാധിക്കും, ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. ആരെയും ഒഴിവാക്കാതെ ഒരു 100 പേരെ അങ്ങനെ കിട്ടുവാണെങ്കിൽ അത് ഓക്കെ വന്നിട്ട്. ഇപ്പൊ ഞാൻ ഇന്ന് മനോജ് സാറിനോട് ഒരു കാര്യം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഗ്രൂപ്പിൽ ഒരുപാട് ആൾക്കാർ, മനോജ് സാറിന്റെ ടീമിലെ ആൾക്കാരുണ്ട്. അതിൽ കുറേ ആൾക്കാർ വിഷമം പറയാറുണ്ട്, നമ്മുടെ ടീമിൽ മാത്രം ലക്കി ഡ്രോ ഉള്ളൂ, അവരുടെ ടീമിൽ ആയിരിക്കും ലക്കി ഡ്രോ ഇല്ല, അവരൊക്കെ 100 ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ മനോജ് സാറിനോട് പറഞ്ഞു, സാർ ഒരു കാര്യം ചെയ്യും, ഞാൻ എന്തായാലും എല്ലാ മാസം 1000 രൂപ പുടച്ചു കൊടുക്കുന്നുണ്ട്, സാറ് ഒരു 1000 രൂപ പുടച്ചതാ, എന്നെങ്കിൽ സാറിന്റെ ആൾക്കാരെ കൂടെ അതിൽ ഉൾപ്പെടുത്തുക. അതിലാകെ 10-15 പേരേ ഉള്ളൂ, നമുക്ക് 2000 രൂപ പുടച്ച് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാതെ. അപ്പോൾ സാറ് അത് ഓക്കെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അടുത്ത മാസം മുതൽ ലക്കി ഡ്രോയിൽ നമുക്ക് 2000 രൂപ പുടച്ച് കൊടുക്കാൻ സാധിക്കും. ഒക്കെ അതൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലേ, നമ്മളതിൽ മാറ്റം വന്നില്ലേ. അതിലൊരു 10-15 പേര് മാത്രമേ ലക്കി ഡ്രോയിൽ, നമ്മളതിൽ 170 പേര് വളർക്കാറുണ്ട്. അപ്പോൾ നമുക്കത് കുറച്ചും കൂടെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും, ലക്കി ഡ്രോയിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ 100 PV കൺസിസ്റ്റൻസി പ്ലസ് 200 PV. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? ആർക്കും ഇത് മനസ്സിലാവാത്തുണ്ടോ? 100 PV പ്ലസ് കൺസിസ്റ്റൻസി 200 PV എക്സ്ട്രാ. അത് ചിലപ്പോൾ ഈ മാസം നമുക്ക് എല്ലാവർക്കും സാധിക്കുന്നു വരില്ല, തുടക്കക്കാരായതുകൊണ്ട് നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഒരിക്കലും നമുക്ക് പെട്ടെന്ന് ആയതുകൊണ്ട് ഈ മാസം തുടങ്ങിയതിന് സാധിക്കില്ല. പക്ഷെ നമ്മൾ അടുത്ത മാസം തൊട്ട് തുടങ്ങിയാൽ മതി. ഓക്കെ, ഈ മാസം നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്നു. ഈ മാസം നമ്മൾ അത് കംപ്ലീറ്റ് ആവാൻ പറ്റിയില്ല, വിഷമിക്കണ്ട. പക്ഷെ ഈ മാസവും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. 100 PV ഓൾറെഡി പല ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇത് ഇതുവരെ ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാം. പ്ലസ് 200 PV അതിന്റെ എക്സ്ട്രാ ആണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നുണ്ടോ? 100 PV ചെയ്യാം, കുഴപ്പമില്ല. പ്ലസ് 200 PV വേണമെങ്കിൽ ചെയ്യാൻ കുഴപ്പമില്ല. ഒരു ജോയിനിങ് 100 PV ആണ് എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ് 2-3 ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറഞ്ഞ അങ്ങനെയാണ്, 100 PV കുഴപ്പമില്ല സാറേ, 200 PV കുഴപ്പമില്ല, ഒരു ജോയിനിങ്ങിൽ 100 PV ആക്കാനാണ് എന്നെ കൊണ്ട് ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞത്. ചില ആൾക്കാർ ഒരു ജോയിനിങ്ങിൽ 100 PV എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷെ 100 PV സെൽഫ് PV എനിക്ക് ബുദ്ധിമുട്ടില്ല, 200 PV കസ്റ്റമർ ക്രിയേഷൻ ചെയ്യാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. ഇങ്ങനെയാണ് നിങ്ങളുടെ ഉള്ളിൽ മനസ്സിൽ പ്രോബ്ലം അല്ലേ? ചില ആൾക്കാർ കാണില്ലേ, 100 സുഷിത വിചാരിക്കേണ്ട ഒരു ജോയിനിങ് കുഴപ്പമില്ല, അങ്ങനെ 100 PV എത്തിക്കാൻ പറ്റും നോക്കാം. 100 PV സെൽഫ് PV ഞാൻ ചെയ്യാം, പക്ഷെ 200 PV കസ്റ്റമർ ക്രിയേഷൻ ചെയ്യാനൊക്കെ സുഷിതന്റെ ബുദ്ധിമുട്ടുണ്ടോ? സജിനി മേഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. 300 PV പ്രശ്നമില്ല, കസ്റ്റമർ ഉണ്ടാക്കാം, 100 PV ഉണ്ടാക്കാം. ഒരു 100 PV ജോയിനിങ് ആണ് ചിലപ്പോൾ സജിനി മേഡത്തിന് ബുദ്ധിമുട്ടുണ്ടാവും. അലീമക്ക് 300 PV നോ പ്രോബ്ലം. ഒരു 100 PV ഒരു ജോയിനിങ് ആണ്, അലീമക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതായത് നിങ്ങളുടെ മനസ്സിലുള്ള ഓരോ കൺഫ്യൂഷൻ തന്നെ ഉണ്ടാവും. പല ആൾക്കാർക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാവും. അല്ലേ, ഇതന്നെ നിങ്ങളുടെ പ്രശ്നം, വേറെ പ്രശ്നമില്ലല്ലോ. ഇതിനപ്പുറം ബുദ്ധിമുട്ടുകളും ഉണ്ടോ?
ഒരു ബുദ്ധിമുട്ട് ഇല്ല. ഈ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എനിക്കറിയാം ഇന്നാക്കി ഇന്ന ബുദ്ധിമുട്ടുണ്ടാവും, ഇന്നാക്കി ഇന്ന ബുദ്ധിമുട്ടുണ്ടാവും. അതല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ല. ഈ ബുദ്ധിമുട്ട് ഓരോരാൾക്കുണ്ട്. ഞാൻ പേര് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ബാക്കിയുള്ള പേര് വിളിച്ച സമയം തീരും. അതുകൊണ്ടാണ് പേര് വിളിക്കാറ്. ഓക്കെ. ഈ ബുദ്ധിമുട്ട് മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ നമ്മളത് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ്. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് ഈ മാസം ഒരു 100 BBയുടെ ജോയിനിങ് ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, എനിക്ക് മനസ്സിലായി. സുഷിതയ്ക്ക് ചിലപ്പോൾ ഒരു ജോയിനിങ് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. പക്ഷെ 100 BB ആവുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു ജോയിനിങ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ ഞാൻ പറഞ്ഞത്, കണ്ടിന്യൂ ആയിട്ട് നമ്മൾ പ്രോസ്പെക്റ്റിങ്ങിലേക്ക് പോവുക. എല്ലാ ദിവസവും പ്രോസ്പെക്ട്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? 5 ലക്ഷം രൂപ വരുമാനത്തിലേക്ക് പോകുന്നത്. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ എന്തെങ്കിലും കഷ്ടപ്പാടില്ലാതെ കിട്ടും തോന്നുന്നുണ്ടോ? ഇന്നലെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് രഹാനത്ത് വാങ്ങിച്ച 30 ലക്ഷത്തിന്റെ കാറ് വാങ്ങിക്കണമെങ്കിൽ അവർ ഒരു കഷ്ടപ്പാടില്ലാതെ വാങ്ങിച്ചല്ല. നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ അല്ലേ? 30 ലക്ഷത്തിന്റെ കാറ് വാങ്ങിച്ചു നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ടാണ് വാങ്ങിച്ചിട്ടുണ്ടാവും. 1 കോടിയുടെ വീട് ആയിഷ മേഡം വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒരുപാട് negative കേട്ടിട്ടുണ്ടാവും. ഒരുപാട് റിജക്ഷൻ കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്നിട്ടല്ലേ അവർ ഇത് നേടിയെടുത്തിട്ടുണ്ടോ. അപ്പൊ നമ്മൾ തുടങ്ങുന്നതേ ഉള്ളൂ. 30 ലക്ഷത്തിന്റെ കാറ് നമ്മൾ 2030 വാങ്ങിക്കുന്നുണ്ടോ? 5 ലക്ഷം രൂപ വരുമാനം നമ്മൾ 2030 നമുക്ക് വരുന്നുണ്ടോ? ഞാൻ ഈ പറഞ്ഞത് 100 BB ചെയ്ത് അടുത്ത മാസം 5 ലക്ഷം വരുന്ന ആരും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടോ? ഈ മാസം 100 BB ചെയ്തിട്ട് 200 BBന്റെ ആളെയും കൊണ്ടുവന്ന് ഒരാളെ 100 BB പർച്ചേസ് ചെയ്ത് അടുത്ത മാസം 5 ലക്ഷം 10-ാം തീയതി വരുന്ന ആരും പ്രതീക്ഷിച്ചൊന്നുമില്ല. എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. 60 BB ഞാൻ ചെയ്യാം, ഒരു 60 ജോയിൻ ആക്കാം, 50,000 അടുത്ത മാസം കിട്ടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ അവരോടൊന്നും റിപ്ലൈ കൊടുത്തിട്ടില്ല. ഓക്കെ. ഇതൊന്നും ഈ മാസത്തേക്കോ അല്ല അടുത്ത മാസത്തേക്കോ അല്ല കേട്ടോ. ഈ 5 ലക്ഷത്തിലെ ആൾക്കാരെ നിങ്ങൾ ഇരിക്കുന്നത്. 5 ലക്ഷം മാസം രൂപ, 4 ലക്ഷം 3 ലക്ഷം എത്രയും ആകുന്നുണ്ടാവും. അതിന്റെ ആൾക്കാരാണ് നിങ്ങൾ വന്നിരിക്കുന്ന ആൾക്കാർ. ഇനി വന്നിരിക്കുന്ന ആൾക്കാരും ഇതിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഈ ഷഹനാസിന് ഇതുവരെ ഒന്നും കാര്യം മനസ്സിലായിട്ടില്ല. ഷഹനാസിനെ ഞാൻ ഇപ്പോഴാണ് ഗ്രൂപ്പിൽ ആഡ് ആക്കിയത്. കയറിക്കോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കയറിക്കോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് സംഭവം എന്ന് മനസ്സിലായിട്ടില്ല. പക്ഷേ ഷഹനാസ് അറിഞ്ഞിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. നമ്മളിങ്ങനെ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് സെറ്റ്. ഞാൻ ഷഹനാസിന്റെ പേര് ഡെയിലി പറയും, പക്ഷേ ഗ്രൂപ്പിൽ ആഡാക്കാൻ മറന്നു. എല്ലാ ദിവസവും ഷഹനാസിന്റെ പേര് ഇങ്ങനെ ഭീമിയോട് പറയും. ഷഹനാസിനെ ഏടാക്കാണ്ട് വിട്ടുപോയി വർഷം എല്ലാവരും ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യണം. ഷഹനാസിനെ മനസ്സിലാവാന്നിട്ടാണ് അറിയാനിട്ടാണ് ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് കോൺടാക്ട് ചെയ്യാൻ മറന്നു. ഓക്കെ. ഇപ്പോഴും കുറേ ആൾക്കാർ, കാര്യപ്പെട്ട ആൾക്കാർ വിട്ടുപോയി. ഞാനിതിൽ അലീമ, അതുപോലെ ഷഹനാസ്, സജിനി മേഡം, ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഈസി ആയിട്ട് 300 BB ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം. ജോയിനിങ് മാത്രമേ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളൂ. അത് കുറച്ച് ആൾക്കാർക്ക് ജോയിനിങ് പ്രശ്നമൊന്നുമില്ല. അതും 300 BBയിൽ മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. ഇതെല്ലാം നമുക്ക് എങ്ങനെയെങ്കിലും ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമുക്കത് എത്താൻ പറ്റും. സബീന പുതിയതാണ്. ജാസ്മി വിചാരിച്ചാൽ നടക്കാത്ത കേസൊന്നല്ല. ജീന ജസ്റ്റിൻ ഇപ്പോഴും തുടക്കക്കാരിയാണെങ്കിലും എന്നോട് ഓട്ടോമാറ്റിക് പറയും, സാറേ എനിക്ക് അതിലെത്തണം. അവർക്കിത് ആവോ അറിയത്തില്ലോ ഒന്നും എനിക്കറിയത്തില്ല. പക്ഷെ അവർ ആവണം എന്ന് പറഞ്ഞപ്പോൾ അവരെയും കൂടെ ഞാൻ ആ ഗ്രൂപ്പിൽ ആഡാക്കുക ചെയ്തേ. അല്ല, പുതിയതായി ജോയിൻ ചെയ്ത വ്യക്തി 60 BBന്റെ ഗ്രൂപ്പിലേക്ക് ആഡാക്കുന്നല്ലോ. ഞാൻ ജീന ജസ്റ്റിനെ 5 ലക്ഷത്തിന്റെ ഗ്രൂപ്പിൽ ആഡാക്കി. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, എനിക്കറിയത്തില്ല. ഒരു 3 ദിവസത്തെ പരിചയമുള്ളൂ. 3 ദിവസത്തെ പരിചയമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അവരെ ആഡാക്കിയിട്ടുണ്ട്. കപ്പാസിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയുണ്ടാണ്. ഞാൻ അങ്ങനെ ഒരാളെയും സെലക്ട് ചെയ്യാറില്ല. എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും ആൾക്കാരെ എത്താൻ പറ്റുന്നുള്ളത്. വിചാരിച്ചാൽ, നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ അതിലെത്തിക്കാൻ എനിക്ക് പറ്റും. നിങ്ങളത് ഡ്രോപ്പ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഈ സംഭവത്തിൽ നിന്ന് നമ്മളിപ്പോൾ എടുത്ത ഒരു മിഷൻ അല്ല, ഒരു വലിയ മിഷനാണെങ്കിൽ മിഷൻ സിന്ദൂർ നമ്മൾ പറയും. ഇപ്പോൾ പുതിയ ആ ഒരു സംഭവം നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ, അത് നമ്മളിപ്പോൾ ചെയ്യാൻ പോകും. ഓക്കെ. ഇതിൽ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ നമുക്ക് സാധിക്കും. നിങ്ങൾ ഡ്രോപ്പ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഈ 21 പേര്, 21 അതിൽ കുറച്ചും കൂടി ആൾക്കാർ ഏഡാവും. കുറച്ചും കൂടി കഴിയുമ്പോൾ അടുത്ത മാസം ഒന്നും കൂടി 2-3 പട്ടാളക്കാർ നമ്മൾ അതിൻ്റെ ഇറക്കുന്നുണ്ടോ. അത് ഇതിനകത്ത് ആരും റിമൂവ് ചെയ്തുമില്ല. ഓക്കെ. നിങ്ങൾക്ക് അതിന്റെ പകുതി ആയി കഴിഞ്ഞാലും, ഇനി അഥവാ സീനെ പറയും സാർ 5 ലക്ഷം അധികമായി പോകും, എനിക്ക് 2.5 ലക്ഷം മതി എന്ന് പറഞ്ഞാലും നമുക്കങ്ങ് പോവാം. ഈ ഓപ്പറേഷൻ സിന്ദൂർ നമ്മൾ ചെയ്യുന്നുണ്ടോ. ഓക്കെ. അത് പോരാന്നല്ല, 5 ലക്ഷം പോകണമെന്ന് സീനെ പറഞ്ഞു. എന്തോ പറഞ്ഞു പോയോ. 5 ലക്ഷം വേണം സാറേ എന്ന് പറഞ്ഞില്ല. ഓക്കെ, നമുക്ക് അത് തന്നെ വാങ്ങിക്കാം. അതിനുള്ള വർക്ക് നമ്മളിപ്പോൾ ചെയ്യാൻ പോണേ. ഇത് എങ്ങനെ കിട്ടും എന്നുള്ളതാണ് നമുക്ക് ഡൗട്ട് ഉണ്ടാവില്ല. ഇവിടെ പല ആൾക്കാർക്ക് അറിയാം, ഒരു ജോയിനിങ്ങിലൂടെ നമ്മളൊരു ടീം വളർന്നുണ്ടാവും. അറിയാലോ, ഒരു ജോയിനിങ്ങിലൂടെയാണ് ഒരു ടീം വളർന്നു പോകുന്നത്. ഒരു വ്യക്തി വഴിയാണ് ഒരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. ഒരു വ്യക്തി വഴി അല്ല, ഒരു വ്യക്തി വഴി, സുരേഷ് എന്ന ഒരു വ്യക്തി വഴി എൻ്റെ വലിയൊരു ഓർഗനൈസേഷൻ അവിടെ നടക്കുക. ഒരു വലിയൊരു ഓർഗനൈസേഷൻ. മിക്കവാറും ഞാൻ 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത് ഒരു ടീമില്ലേ. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത് 10-12 ടീം ഉണ്ടെങ്കിൽ അതിൽ ഒരു ടീം എൻ്റെ ഏകദേശം സെറ്റാണ്. ബാക്കിയുള്ള 4 ടീമോ 5 ടീമോ ഉണ്ടായാൽ മതി, എനിക്ക് 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ പറ്റും. ഒരു ടീം ഓക്കെ, അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ മാത്രം മതി. ക്ലിയർ ആവുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു ടീം 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുന്നത് ഞാൻ സ്ട്രക്ചർ നോക്കിയപ്പോൾ ആ ഒരു ടീം ഏകദേശം സെറ്റാണ്. അതിൽ സുഷിതയുടെ വരുമാനം ഞാൻ ഉദ്ദേശിച്ച വരുമാനം എത്തിയാൽ മതി. ഷംന ടീച്ചറുടെ വരുമാനം ഞാൻ ഉദ്ദേശിച്ച ഇവിടെ എത്തിയാൽ മതി.
സാജിദയുടെ വരുമാനം ഞാൻ എത്തി സുലൈമാൻ ആ ഒരു വരുമാനം എത്തി ആ ടീമിന്റെ ആ PV എന്ന് വെച്ചാൽ സുധീർ സുലൈമാന്റെ PV 2000 PV ആയിരിക്കണം. അതുപോലെ സാജിദയുടെ PV ഒരു 6000 PV ആയിരിക്കണം. അതുപോലെ അലീമന്റെ PV ഒരു 4000 PV. ഈ ഒരു റൗണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ റൗണ്ടിൽ നിങ്ങൾ സെറ്റാണ്. അതാണ് ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ടോ? ഇനി നിങ്ങൾ ചെയ്യേണ്ട ഈ സിമ്പിൾ ആയിട്ടുള്ള ഈ കാര്യം 100 PV നിങ്ങൾ ഓൾറെഡി എപ്പോഴും ചെയ്യേണ്ട കാര്യം, ഇനി ഒരു കമ്മിറ്റ്മെന്റ് ആണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഉത്തരവാദിത്തമാണ് ചെയ്യാൻ പോകുന്നത്. അടുത്ത മാസം മുതൽ നമ്മൾ 2-ാം തീയതി 3-ാം തീയതി ആകുമ്പോൾ തന്നെ നമ്മളെ കൺസിസ്റ്റൻസി നമ്മൾ ആദ്യം ചെയ്യാം. 100 PV അത് ഉത്തരവാദിത്തമായിട്ട് കാണണം. ബുദ്ധിമുട്ടായിരിക്കും, ചിലപ്പോൾ പൈസ ഉണ്ടാവില്ല, 5-ാം തീയതി ശമ്പളം വരില്ല, 10-ാം തീയതി വരുള്ളൂ, അങ്ങനെയൊക്കെ ആൾക്കാരുണ്ടോ. നിങ്ങൾ അതിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. 10-ാം തീയതിക്ക് മാറ്റി വെക്കരുത്. 2-ാം തീയതി അല്ലെങ്കിൽ ഒരു 3-ാം തീയതി കണക്കിന് ആ കൺസിസ്റ്റൻസി ചെയ്യാനുള്ള സംവിധാനം കണ്ടുപിടിക്കുക. അതിൻ്റെ അകത്തുനിന്ന് 17-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങൾ കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒരു വർക്ക് ചെയ്യാം. ഈ മാസം നിങ്ങൾ സ്റ്റാർട്ടിംഗ് ആണ്, നിങ്ങൾ മെഷീൻ കണ്ണൊക്കെ റെഡിയാക്കി വെക്കുന്ന സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇനി അങ്ങോട്ടുള്ള 14-ാം തീയതി മറ്റന്നാളായി നിങ്ങൾ എല്ലാവരും സെൽഫ് PV ചെയ്ത ആൾക്കാരാണെങ്കിൽ സെൽഫ് PV കംപ്ലീറ്റ് ചെയ്യാം. 100 PV കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ഇനി അങ്ങോട്ടുള്ള ബാക്കിയുള്ള 18 ദിവസം ചെയ്യേണ്ടത് 200 PV എത്താൻ പറ്റൂല, ചിലപ്പോൾ 100 PV എങ്കിലും അല്ലെങ്കിൽ 60 PV എങ്കിലും ഈ മാസം തികയ്ക്കാൻ നോക്കണം. കുറഞ്ഞതാട്ടോ, അങ്ങോട്ട് തികയ്ക്കാൻ നോക്കണം. കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തവിടെണ്ണയൊക്കെയാണ് നാട്ടിൽ. തവിടെണ്ണയൊക്കെ നല്ലോണം മൂവ് ചെയ്യാൻ പറ്റുന്ന സാധനം. ഒരു 10 കസ്റ്റമറെ കണ്ടുപിടിച്ചില്ലെങ്കിൽ തവിടെണ്ണ മൂവ് ചെയ്യണം. പകുതി കൊടുത്തെങ്കിൽ തവിടെണ്ണ മൂവ് ചെയ്യാൻ ശ്രമിക്കണം. ഒരു 200 PV ആക്കാൻ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. ഈ മാസം 200 പറ്റിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, 100 ആക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ 80 ആക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ 60 ആക്കാൻ ശ്രമിക്കുക. ഈ മാസം ഡിസംബർ മാസം ജസ്റ്റ് തുടക്കം എന്ന നിലയിൽ 100 PV കംപ്ലീറ്റ് ആയിട്ട് മസ്റ്റ് ആയിട്ട് ചെയ്യണം. നമ്മൾ നിർബന്ധമായിട്ട് നമ്മൾ അത് 14-ാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യണം. അതിൽ കൂടുതൽ ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ട്. സർജറി മേഡൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെ, 2-3 ആൾക്കാർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്തത്. കസ്റ്റമർ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക, തുടർന്ന് കൊണ്ടുപോകുക. ഇല്ലെങ്കിൽ പുതിയ കസ്റ്റമറെ കണ്ടുപിടിച്ചിട്ട് എക്സ്ട്രാ മൂവ് ചെയ്യാൻ പറ്റും, എക്സ്ട്രാ മൂവ് ചെയ്യുക. അത് നിലക്കാതെ കൂടുതൽ ഇമ്പ്രൂവ്മെന്റിലേക്ക് പോകാൻ ശ്രമിക്കണം. 100 PV പ്ലസ് 200 PV ഈ മാസം 100 PV നിർബന്ധമായിട്ടും ഈ മാസം ചെയ്തിരിക്കണം 14-ാം തീയതിക്കുള്ളിൽ. അതിനുശേഷം ബാക്കിയുള്ള 200 PVക്ക് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷൻ ഈ മാസം ഇടാൻ പറ്റും, എക്സ്ട്രാ PV ചെയ്യാൻ പറ്റും. ഷംന ടീച്ചർ ചെയ്യണം, കാരണം അടുത്ത പിന്നിലേക്ക് പോകേണ്ടതാണ്. സുഷിതയ്ക്ക് ചെയ്യാൻ പറ്റും, സുഷിത ചെയ്യാം. മറ്റുള്ള എവരാൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യുക. ആ 200 PV ഈ മാസം എത്രത്തോളം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നു അത് ചെയ്യാം. ഓരോ ഓർഡറും കൂടി എടുക്കാനോ അല്ല കുറച്ച് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ. നമുക്ക് എത്ര ദിവസം ഉണ്ട്? 18 ദിവസമുണ്ട്. 18 ദിവസം. സീന സേന ആയിരുന്നു ഏകദേശം 300 PV ആയോ? സീന അത്ര 200 ആയോ? അൺമുണ്ടാക്കിയേ 285 PV ആയി. ഇനി 15 PV ഉണ്ട്. 15 PV സ്റ്റോപ്പ് ചെയ്യരുത്. 300 ആക്കി വെക്കുക. എന്നിട്ട് കസ്റ്റമർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിൽ ഒന്ന് കൂടുതലായിക്കോട്ടെ കുഴപ്പമില്ല, അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ വിചാരിച്ചാൽ നടക്കുന്ന കേസുകൾ, വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. നമുക്ക് ആവത്തില്ല എന്ന് വെച്ചാൽ ഒരിക്കലും ആവത്തില്ല, ഒരിക്കലും ആവത്തില്ല. നമ്മൾ ആവണം, ആവും. എനിക്കിത് 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. റിജക്ഷൻ നോ പ്രോബ്ലം, നമുക്ക് നമ്മളെ ബാധിക്കുന്ന കേസേ അല്ല. റിജക്ഷൻ പറഞ്ഞവരൊക്കെ സൈഡിൽ നിർത്തുക, അവർ പേരാൾ എഴുതി വെക്കുക, മഞ്ഞ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക. 5 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കുമ്പോൾ അവരെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് 10 പ്രാവശ്യം നടക്കണം. അതിനോട്ട് അവരെ പേര് എഴുതി വെക്കണം, അവർ കാണാൻ വേണ്ടി ഒന്നുകൂടെ പോകണം. ആ രീതിയിൽ ചിന്തിക്കണം കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ തന്നെ ഇപ്പൊ സീന ചെയ്ത കാര്യം ഒന്നുകൂടെ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കയ്യിലുള്ള സാധനം കൊടുത്തുകൊണ്ട് അടുത്ത മാസത്തേക്ക് സെറ്റാക്കി വെക്കുക. അടുത്ത മാസം നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3-ാം തീയതി വേണമെങ്കിൽ 300 PV ചെയ്യാൻ പറ്റും നോക്കൂ. ആ രീതിയിലേക്ക് വർക്ക് ചെയ്യുക. നിങ്ങൾ ചിന്തിക്കേണ്ടത് എത്രയും പെട്ടെന്ന് 2-ാം തീയതി ആവണം, അടുത്ത മാസം 300 PV ചെയ്യാൻ വേണ്ടിയിട്ട് ആവണം. 300 നിങ്ങൾ 350 ആക്കാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം. ഇനി നിങ്ങൾ ചെയ്യാൻ 22 ദിവസം സമയമുണ്ട്. ഒരു 5-6 ജോയിനിങ്ങിനോട്ട് ഫോക്കസ് ചെയ്യാം. 5-6 ജോയിനിങ്ങിൽ ഫോക്കസ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഒരാൾ പറ്റാത്ത അത് പറ്റും. സീനൊക്കെ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കണ്ടിന്യൂ ആയിട്ട് പ്രോസ്പെക്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി പ്രോസ്പെക്റ്റിംഗ് ചെയ്യുക. കുറേ ആൾക്കാർ പ്ലാൻ കേൾക്കുമ്പോൾ ഒരു 3-4-5 പേര് ഐഡിയ എടുക്കും. ചിലപ്പോൾ അവർ ഒരു സോപ്പോ ഒരു പേസ്റ്റോ എങ്കിലും വാങ്ങിച്ച് ഐഡിയ ആക്ടിവേഷൻ ചെയ്യുന്നുണ്ടാവും, കുഴപ്പമില്ല. ഒരു 3-4-5 പേരെങ്കിലും നമ്മുടെ പ്ലാനിൽ എത്തിക്കാനും 3-4-5 പേരെങ്കിലും ഒരു ഐഡിയ എടുപ്പിക്കാനും ശ്രമിക്കുക. എന്തെങ്കിലും ഒരു ഐഡിയ ആക്ടിവേഷൻ ചെയ്യുക. പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ മാസത്തേക്ക് അവർ ശ്രദ്ധിക്കണം. നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് അതാണ്. ഒരു ജോയിനിങ് എങ്കിലും നിർബന്ധമായിട്ടും നമുക്ക് ഈ മാസം വേണം. അതിന് ഒരു ജോയിനിങ് ആയി ചിലപ്പോൾ ആ വ്യക്തി പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ അത് റിസൾട്ട് ഫെയിലായിപ്പോകും. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് വ്യക്തികളും, സുധീർ സുലൈമാൻ ആയിക്കോട്ടെ, ആരായിക്കോട്ടെ, സാജിദ് ആയിക്കോട്ടെ, ഒരു 1-2 ജോയിനിങ് ഈ മാസം നമുക്ക് ഐഡിയ എടുക്കുകയും വേണം. അതിൽ 1-2 ആൾക്കാർ നമ്മളെ മീറ്റിങ്ങിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കണം.
അത് നിങ്ങൾ വാശിയോടെ ചെയ്യണം. ജോയിൻ ചെയ്ത് ഐഡിയ എടുത്ത് പർച്ചേസിങ് അല്ല നമ്മൾ ഇമ്പോർട്ടൻസ്. അവരെ നമ്മൾ ഒരു 2-3 മീറ്റിങ്ങുകൾ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അവർ ഈ മീറ്റിങ്ങിൽ ഉണ്ടെങ്കിൽ 100% ആ 3 പേരെങ്കിലും മീറ്റിങ്ങിലുണ്ടെങ്കിൽ അടുത്ത മാസത്തെ നിങ്ങൾക്ക് ഒരു ജോയിനിങ് 100 PV ഇമ്പോർട്ടൻസ് പ്രശ്നമേ ഇല്ല. ഇതിൽ 3 പേരിൽ ആരെങ്കിലും 2 പേര് പർച്ചേസ് ചെയ്യും അടുത്ത മാസം. അപ്പോൾ ഈ മാസത്തും അടുത്ത മാസം കവറായി പോകും. പിന്നെ അടുത്ത മാസം നമുക്ക് 30 ദിവസം സമയമുണ്ട്. ഈ 30 ദിവസം കൊണ്ട് കുറച്ച് ജോയിനിങ്, ഒരു 5-6 ജോയിനിങ് ആക്കാൻ വേണ്ടി വീണ്ടും നമ്മൾ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കണം. പേഴ്സണൽ ജോയിനിങ് ആട്ടോ, ടീമിലല്ല. പേഴ്സണൽ ജോയിനിങ് സുഷിതയ്ക്ക് വേണമെങ്കിൽ ഒരു പേഴ്സണൽ ജോയിനിങ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേഴ്സണൽ ജോയിനിങ്ങിൻ്റെ ആവശ്യമില്ല. ടീമിലാണ് വേണമെങ്കിൽ പോസ്റ്റൽ ഐ ഡി കൊടുത്തെടുത്താൽ മതി. പോസ്റ്റൽ ഐ ഡി കൊടുക്കുക, ഐ ഡി എടുക്കുക. സജിനി മാഡത്തിനുള്ളിൽ ടീമിൽ എവിടെയെങ്കിലും ജോയിനിങ് ആക്കണം ആഗ്രഹമുണ്ടെങ്കിൽ പോസ്റ്റൽ ഐ ഡി കൊടുത്ത് ഐ ഡി എടുക്കുക. നിങ്ങൾ നേരിട്ട് ഐ ഡി എടുക്കുന്നതിന് പകരം പോസ്റ്റൽ ഐ ഡി കൊടുത്താൽ മതി. പോസ്റ്റൽ ഐ ഡി അറിയാതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. നിങ്ങൾ എവിടെയെങ്കിലും ജോയിനിങ് ആക്കുക, നിങ്ങളുടെ ടീമിൽ എവിടെയെങ്കിലും ജോയിൻ ആക്കുക. പക്ഷേ നിങ്ങളുടെ പ്രോസ്പെക്റ്റിംഗ് ആയിരിക്കണം. നിങ്ങളുടെ ടീമിൽ വന്ന ജോയിനിങ് അല്ല, നിങ്ങൾ ഡയറക്റ്റ് പ്രോസ്പെക്ട് ചെയ്ത ആളായി മാറണം. നിങ്ങളുടെ ടീമിൽ എവിടെ വേണമെങ്കിൽ ജോയിൻ ആക്കി കുഴപ്പമില്ല. പക്ഷേ നിർബന്ധമായിട്ടും നമുക്ക് കുറച്ച് ജോയിനിങ് ഈ മാസം ഈ 18 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ എല്ലാവരുടെ പേരും നിങ്ങൾ ഗ്രൂപ്പിൽ പറയണം. എൻ്റെ 300 PV ആയി, അല്ലെങ്കിൽ എത്ര PV ആയി കുഴപ്പമില്ല, അത് പറഞ്ഞോ. എന്നെക്കൊണ്ട് ഇത്ര PV ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, ഓക്കെ. ഇത്ര പേർക്ക് ഞാൻ ഐഡിയ എടുത്ത് പോകണമെങ്കിൽ പറഞ്ഞു, കുഴപ്പമില്ല. ഇത്ര പേർക്ക് ഐഡിയ എടുത്തിട്ടുണ്ട്, അടുത്ത മാസം അത് ജോയിനിങ് ആയി അല്ലെങ്കിൽ പർച്ചേസിങ് എത്തുന്നുണ്ടാവും. ഈ പ്രോസസ്സ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നമ്മുടെ ലക്ഷ്യമുണ്ടാവും ഒരു വർഷം 12 ജോയിനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഒരു വർഷം ഞാൻ സമയം തരണം. ഒരു വർഷം 2026 ഡിസംബർ ആകുമ്പോഴേക്കും നിങ്ങളെ കൂടെ 12 വ്യക്തികൾ സീരിയസ് ആയിട്ടുണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിച്ച് നിങ്ങളിലൂടെ ഐഡിയ എടുത്ത് 12 വ്യക്തികൾ സീരിയസ് ആയിട്ട് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആൾക്കാരായി മാറിയിട്ടുണ്ടാവും. ക്ലിയർ ആവുന്നുണ്ടോ? ഈ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാവുന്നുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കും 12 പേര് സിമ്പിളാണ്, ഒരു വർഷത്തേക്ക് 12 പേര് സിമ്പിളാണ് അല്ലേ? സുഷിതയോട് ചോദിച്ചാൽ മനസ്സിലാവും. സുഷിത കാര്യം 12 പേര് സീരിയസ് ആയി കിട്ടുവാണെങ്കിൽ എത്ര പേര് ടീമാക്കാം സുഷിത? സീരിയസ് ആയി കിട്ടുവാണെങ്കിൽ ഈ 1.5 വർഷം 2 വർഷം കൊണ്ട് സുഷിതയ്ക്ക് 12 പേര് സീരിയസ് ആയി കിട്ടിയിട്ടില്ല. 2-3 പേര് മാത്രം സീരിയസ് ആയി കിട്ടിയില്ല, അവർ കളഞ്ഞിട്ട് പോയിട്ടുണ്ടോ. നമ്മൾ ചെയ്യുന്നത് ഒരു വർഷം 2026 ഡിസംബർ ആകുമ്പോൾ സമയത്ത്, ജനുവരി അടുത്ത 27 ജനുവരി ആകുമ്പോഴേക്കും നിങ്ങളുടെ താഴെ ഈ വന്നിരിക്കുന്ന എല്ലാവരുടെയും താഴെ 12 ജോയിനിങ് നിങ്ങൾ നേരിട്ട് കൊണ്ടുവന്ന വ്യക്തി ആയിട്ടുണ്ടോ. 100% ഗ്യാരണ്ടിയോടെ ഞാൻ പറയണം, നമ്മുടെ പ്രോസസ്സ് അവിടെ സക്സസ് ആണ്. അതിന് നിങ്ങൾ ഇന്ന് മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ നമ്മളെ ജോയിനിങ്ങിന് വേണ്ടി പ്രോസ്പെക്റ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഡെയിലി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കയറിക്കോട്ടെ, കയറിയില്ല വേണ്ട, അപ്പോൾ അവർ നിങ്ങൾ പ്ലാനിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുക. അടുത്ത ദിവസം ശ്രമിക്കുക. കയറിയിട്ടില്ലെങ്കിൽ നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി മീറ്റിങ്ങിലോട്ട് കയറി വരും. ഞാനത് എന്തുകൊണ്ടാണ് ഗ്യാരണ്ടി പറഞ്ഞത്? നമ്മുടെ മൈൻഡ് സെറ്റ്, ആള് വരാത്ത മൈൻഡ് സെറ്റ് ഉണ്ടാവും, പർച്ചേസിങ് നടക്കാത്ത മൈൻഡ് സെറ്റ് ആയിരിക്കും, ജോയിനിങ് നടക്കുന്നില്ല, കസ്റ്റമറെ കിട്ടുന്നില്ല. ഈ മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അതിലെല്ലാം എടുത്ത് കളയുക. ഇന്നാണ് നിങ്ങൾ വെസ്റ്റീജ് ജോയിൻ ചെയ്യുന്നത്. 0 മൈൻഡ് സെറ്റിൽ വന്ന് ഇന്ന് ജോയിൻ ചെയ്യുന്ന വ്യക്തിയായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതുവരെയുള്ള ഒരു നെഗറ്റീവ് ഉൾക്കൊള്ളാതിരിക്കാം. ഇതിൽ പല ആൾക്കാർക്ക്, സുരേഷിനൊക്കെ മനസ്സിലായിട്ടുണ്ട്, പല ആൾക്കാർക്ക് മനസ്സിലായി. 0 മൈൻഡ് സെറ്റിൽ വരുവാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഓടിക്കൊള്ളും. പുതിയ ജോയിനിങ് ആക്കാൻ പറ്റുന്നില്ല, പുതിയ പർച്ചേസ് കസ്റ്റമറെ കിട്ടുന്നില്ല, ആ മൈൻഡ് സെറ്റ് മാറ്റിയിട്ട് ഇന്നാണ് നിങ്ങൾ വെസ്റ്റീജ് ജോയിൻ ചെയ്യുന്നത്, ഇന്ന് മുതൽ നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. സുഷിതയുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സെൽഫ് PV 100 PV, 2 ജോയിനിങ് 100 PV, അതിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ആയിട്ടും അടുത്ത മാസം ഫാസ്റ്റ് സ്റ്റാർട്ട് 8% ആവും. ഈ വർക്ക് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ സാധിക്കും. ഇത് എങ്ങനെയാണ് വലിയ എമൗണ്ട് ആയി മാറുന്നത് അത് ഞാൻ കുറിച്ച് പറഞ്ഞുതരാം. എങ്ങനെയാണ് ഇത് വലിയ എമൗണ്ട് ആവുന്നത് വെച്ചാൽ, അതിൻ്റെ അകത്തൊരു 10% ഇമ്പ്രൂവ്മെന്റ് പറഞ്ഞിട്ടുണ്ട്, ഇൻക്രീസ് ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. 10% ഇൻക്രീസ് ആക്കാൻ പറ്റും. അതാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോത്ത്. മനസ്സിലാകുന്നുണ്ടോ? 10% ഇൻക്രീസ് ആവുന്ന 200 PV നിങ്ങൾ എക്സ്ട്രാ ചെയ്യുന്നില്ല. അവിടെ ഒരു മാസം സമയത്തിനുള്ളിൽ ഇൻക്രീസ് ചെയ്യുക. ഇപ്പം സീനൊക്കെ 285 ആയി, 15 PV കൂടി ചെയ്യേണ്ടു. നിങ്ങൾക്ക് അവിടെ 10% ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ 220 PV എങ്കിലും അടുത്ത മാസം ഏഡായി വരുന്നുണ്ടോ? 220 PV എങ്കിലും അടുത്ത മാസം ഏഡായി വരുന്നുണ്ടോ? അതിൻ്റെ അപ്പുറത്തെ മാസം അതിൻ്റെ 10% കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഏഡായിട്ടുണ്ടോ അല്ലേ? ആ PV ഇങ്ങനെ കയറി വരുന്നുണ്ടോ? ഇത് നിങ്ങളിലൂടെ നിങ്ങൾ പുതിയ ജോയിനിങ് നടത്തുന്ന ആ വ്യക്തികളിലേക്കും ഞാനിത് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സീനിയറിൻ്റെ കൂടെ ഒരു വ്യക്തി ജോയിൻ ചെയ്തു, അവർ മീറ്റിങ്ങിലുണ്ട്. ഇപ്പോൾ ജീന ജസ്റ്റിൻ ജോയിൻ ചെയ്ത് 3-4 ദിവസമായില്ല, അവർ പർച്ചേസിങ് കഴിഞ്ഞു, 100 PV ചെയ്തു. 3-4 ദിവസമായിട്ടുള്ള ജോയിൻ ചെയ്തിട്ട് അവർ 100 PV പർച്ചേസ് ചെയ്തു. എങ്ങനെയാണ് അവരങ്ങനെ ആക്കാൻ സാധിച്ചത്? ഇത് നിങ്ങളിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ അവരിലേക്ക് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ഇതിലേക്ക് കണക്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഇപ്പോൾ അലീമന്റെ കൂടെ ഒരു വ്യക്തി അഥവാ ജോയിൻ ചെയ്തു, അവർ നമ്മളായിട്ട് സംസാരിച്ച് കണക്ട് ചെയ്ത് നിങ്ങൾ പോലും അറിയാതെ അവർ സീരിയസ് ആക്കി മീറ്റിങ്ങിലൂടെ നമ്മൾ ഈ പ്രോസസ്സിലേക്ക് അവരെ കൊണ്ടുവരുന്നുണ്ടോ?
നാളെ അവർ ഈ മാസം അലീമിനോട് ഒരാൾ ജോയിൻ ചെയ്തു ഈ മാസം. അവരെ ഇതേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അടുത്ത മാസം തൊട്ടിട്ട് അവർക്ക് ഈ സ്റ്റെപ്പ് ഞാൻ അങ്ങ് കൊടുക്കും. ഒരു 100 PV അല്ലെങ്കിൽ 60 PV അല്ലെങ്കിൽ 100 PV പ്ലസ് 100 PV അവരോട് ഞാൻ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. ഒരു ജോയിനിങ് പ്ലസ് അവർക്കും. അലീമിൻ്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്ന വെച്ചു. അടുത്ത മാസം ഞാൻ അവരോട് പറയണം, നിങ്ങൾ ഈ മാസം തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒരു 100 PV പ്ലസ് 100 PV, ഒരു 100 PV ജോയിൻ ചെയ്യും. അലീമ ഡിസംബറിൽ 12 ജോയിനിങ് ആക്കൂലേ, ഇവർക്ക് ജനുവരി 12 ജോയിനിങ് ആകത്തില്ലേ? ഈ ടീമിന് ഈ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ നീണ്ടു പോവുകയാണെങ്കിൽ നോൺ സ്റ്റോപ്പ് ഇല്ലാതെ ചെയ്യണം, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. അതിൻ്റെ ഇടയിൽ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കുറയും. അതാണ് എല്ലാ ആൾക്കാരും തുടക്കം മാത്രമേ ഉണ്ടാവുള്ളൂ. മോട്ടിവേഷനിൽ തുടങ്ങും, പിന്നെ അത് ആക്ടിവേഷനായി മാറ്റില്ല. നമ്മൾ മോട്ടിവേഷൻ അല്ലാതെ തുടങ്ങുക, നമ്മൾ മോട്ടിവേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ കണ്ടിന്യൂ ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്നും ഉണ്ടാവണം. എൻ്റെ ഈ മാസത്തെ 100 PV കഴിഞ്ഞു, ഇനി 200 PV ആണ് ഈ 18 ദിവസം കൊണ്ട് ചെയ്യാൻ ശ്രമിക്കേണ്ടത്. അത് ഞാൻ ചെയ്യണം. ഡെയിലി പ്രോസ്പെക്റ്റിംഗ് കേസ് കൊണ്ടുവരാൻ ശ്രമിക്കണം. നിങ്ങൾക്കറിയാം, ആൾക്കാർ മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ 80% ജോയിനിങ് മസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. 80% ജോയിനിങ് ആവുന്നുണ്ട്. ബാക്കി 20% നമ്മൾ മേടിച്ചാലും ദൈവം തമ്മിൽ മേടിച്ചാലും ജോയിനിങ് ആവത്തില്ല. അതാണ് ഈ നോ പറഞ്ഞു പോകുന്ന ആൾക്കാർ, ഇറങ്ങിപ്പോകുന്ന ആൾക്കാർ. അവരെ നമുക്ക് മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ എത്തിക്കാനുള്ള ഒരു പരിശ്രമം ചെയ്യണം. സുധീർ സുലൈമാനൊക്കെ ചെയ്യേണ്ടത് കാര്യം, ജോയിനിങ്ങിന് സുധീർ സുലൈമാൻ കുറവാണ്, പക്ഷെ കസ്റ്റമർ ഉണ്ടെന്ന് തോന്നുന്നു. അല്ല, കസ്റ്റമർ ഉണ്ട്, കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ആ ജോയിനിങ്ങിന് കൂടെ കുറച്ച് പ്രയോറിറ്റി കൊടുക്കണം. സൂമിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന അൻസാറിനോട് പറഞ്ഞത്, ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ മനസ്സിൽ ഒരു 12 പേരെങ്കിലും നമുക്ക് വേണം. ഒരു വർഷത്തിനുള്ളിൽ 12 ന്യൂ ജോയിനിങ് നമുക്ക് മസ്റ്റായിട്ട് വേണം. അതിന് വേണ്ടി നമ്മൾ ആൾക്കാരെ കണ്ടെത്തണം, സൂമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കണം, ഗ്രൂപ്പുകളിൽ പോയി വർക്ക് ഔട്ട് ചെയ്യണം. ആ ഒരു വാശിയോടുകൂടി വർക്ക് ചെയ്യുക. ഇനി അഥവാ ഇതൊന്നും നടന്നിട്ടില്ലെങ്കിലും വിഷമിക്കൊന്നും വേണ്ട, നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അല്ല, നമുക്ക് ഇതൊന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല, 200 PV പറ്റിയിട്ടില്ല, 150 ആയിട്ടില്ല, 100 ആയിട്ടില്ല, കുഴപ്പമില്ല. എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇതായെങ്കിലോ, ഇത് ചെയ്യാൻ സാധിച്ചെങ്കിലോ നമുക്ക് വരുമാനത്തിലേക്ക് പോയിക്കൂടെ? അതിനാണ് നമ്മൾ ഫോക്കസ്. ഇതായിട്ടില്ലെങ്കിൽ ആരും പരാതിയോ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല. ഇതിൽ 1-2 ആൾക്കാർ വരുമാനം എന്തെങ്കിലും വാങ്ങിക്കുന്ന എനിക്ക് ഉറപ്പുണ്ട്. ആരെങ്കിലും 1-2 ആൾക്കാർ ഈ ഫോക്കസ് ചെയ്യും. നിങ്ങൾക്ക് ആ 1-2 ഉൾപ്പെടുത്തൂടെ? ആ 1-2 ഞാൻ തന്നെ ആയിക്കോട്ടെ, സീനെന്ന് വിചാരിച്ചൂടെ? സീന എന്തെങ്കിലും ആ സാറ് പറഞ്ഞ 1-2 ആൾക്കാർ എന്തെങ്കിലും 5 ലക്ഷം വരുമാനം വാങ്ങിക്കും, അത് ഞാൻ തന്നെയാണ് സാറ്, വേറെ എന്തെങ്കിലും ഞാൻ വിട്ടുകൊടുക്കുന്നില്ല എന്ന് പറഞ്ഞൂടെ? ആർക്കും വേണം പറഞ്ഞൂടെ? അപ്പൊ അത് ചിന്തിക്കൂ. എനിക്കറിയാം നമുക്ക് എല്ലാവർക്കും ആകാൻ സാധിക്കും, എല്ലാവർക്കും ആകാൻ സാധിക്കും. കാരണം ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ബിസിനസ്സിൽ എന്താണോ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ള ഈ ബിസിനസ്, അത് അതേപോലെ നടക്കാൻ, ഒരു വ്യത്യാസമില്ലാതെ നടക്കാൻ എങ്ങനെയാണോ ആഗ്രഹിച്ചത്. ഞാൻ മനോജ് സാറിൽ ഇന്ന് കഴിഞ്ഞ മാസം ഡിസംബറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ 50,000 PV ആണ് എൻ്റെ ടാർഗറ്റ് ഡിസംബറിൽ. ഒന്നും നോക്കാതെ വിളിച്ചങ്ങ് പറഞ്ഞത് 50,000 PV ആണ് ഈ ഡിസംബറിൽ എൻ്റെ അവസാന ദിവസം എൻ്റെ PV ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എന്തിനാ പറഞ്ഞു നിൽക്കില്ല, ഞാൻ പറഞ്ഞു അതേപോലെ ഇന്ന് നടക്കുന്ന PV, ഇതുവരെ ഏവറേജ് PV വന്നിരിക്കുന്നത് 2,400 PV ആണ് പെർ ഡേ നടക്കുന്നത്. 2,400 PV പെർ ഡേ, പെർ ഡേ. ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ 30 ദിവസം PV എതിരെ എല്ലാ ദിവസവും നടന്നെങ്കിൽ 60,000 70,000 മേലെ അടുത്ത് പോകും. എല്ലാ ദിവസവും നടക്കണം, എല്ലാ ദിവസവും നടക്കത്തില്ല. കൺസിസ്റ്റൻസി കഴിയുമ്പോൾ അത് ലോ ആവും, സ്ലോ ആവും. കൺസിസ്റ്റൻസി ചെയ്യുമ്പോൾ ഒരു 500 PV വരും, ചിലപ്പോൾ 2,500 വരും, ചിലപ്പോൾ 1,000 വരും. അത് മാറി മാറി വന്നാൽ പോലും അവസാനത്തെ 3 ദിവസം ഒരു വെടിക്കെട്ട് നടക്കും, അതങ്ങ് കവറായിക്കോളും. മനസ്സിലായി? അതങ്ങ് ടാർഗറ്റ് ചെയ്ത് വർക്ക് ചെയ്യണം. ഞാൻ ഇതിൽ കുറേ ആൾക്കാർ വരുമാനമൊക്കെ പറഞ്ഞു, ഇത്ര രൂപ വരുമാനം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷംനൊക്കെ പോയോ? ഷംന ഇല്ലല്ലോ അല്ലേ? ഞാൻ കുറേ ആൾക്കാർക്ക് വരുമാനം ഇത്ര രൂപ ഈ മാസം വാങ്ങിക്കണം എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. ചില ആൾക്കാർക്ക് അത് ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ചില ആൾക്കാർ കഴിഞ്ഞ മാസം എഴുതി കൊടുത്തിട്ട് അത് എത്താൻ പറ്റിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ ഞാൻ റിയാസിനോട് കഴിഞ്ഞ പ്രാവശ്യം 30,000 വരുമാനം പറഞ്ഞിട്ടുണ്ട്. റിയാസ് ഖാനോട് 24,000 വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു 110 PV കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് 30,000 വരുമാനം കറക്റ്റാണ്. ഞാൻ ഇപ്പോൾ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു, 31-ാം തീയതി എഴുതി കൊടുക്കുക. ഈ ഒരു PV കൂടെ കയറുവാണെങ്കിൽ 30,000 രൂപ വരുമാനമാണ്. ഈ PV കയറിയിട്ടില്ലെങ്കിൽ 24,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 110 PV ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 30,000 വരുമാനം വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അദ്ദേഹം നമ്മുടെ മെസ്സേജ് നോക്കിയത് ദിവസം കഴിഞ്ഞ ശേഷം. അതേപോലെ 24,000 വരുമാനം കിട്ടിയിട്ടുണ്ട്. 6,000 രൂപ കുറഞ്ഞു പോയി. 110 PV സാധനം 4,500 ആവുള്ളൂ, 4,200 ആവുള്ളൂ. അത് വാങ്ങിച്ചാൽ അദ്ദേഹത്തിന് 6,000 വരുമാനം വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. മനസ്സിലാകുന്നില്ല? സൗദി അറേബ്യയിൽ ഏതോ ഒരു മൂലയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ് വല്ലപ്പോഴും കൂടി ഓൺലൈനിൽ വരുത്തുള്ളൂ, എന്നിട്ടും വരുമാനം വാങ്ങിക്കാൻ സാധിച്ചില്ലേ? മനസ്സിലാകുന്നില്ല? അദ്ദേഹം 30,000 രൂപ സൗദി അറേബ്യയിൽ നാട്ടിൽ അയക്കില്ല, മാസം മാസം അയക്കത്തില്ല. ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു അത്രയും അയക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു.
അപ്പോൾ ഏതാ ലാഭം? സൗദി അറേബ്യ കഷ്ടപ്പാടിന് മക്കളുടെ നാട്ടിലിരുന്ന പോലെ. അപ്പം ആ രീതിയിൽ നമുക്ക് എത്താൻ സാധിക്കുന്നുണ്ട്. എമൗണ്ട് വരെ കറക്റ്റ് എമൗണ്ട് പോലും ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇത്ര രൂപ വരുമാനം വാങ്ങിക്കാൻ സാധിക്കും, അതിലേക്ക് വരണം, ഫോക്കസ് ചെയ്യണം, ഫോക്കസ് മാറ്റാതിരിക്കും. അതൊന്നും നിങ്ങൾ ഈ ഒരു കാര്യത്തിലേക്ക് തന്നെ ശ്രദ്ധിച്ച് വർക്ക് ചെയ്യുക. ഈ ഒരു കാര്യം ഞാൻ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ ഞാൻ തന്നെ മാത്രമേ സംസാരിക്കുന്നു, അതിനെ ആക്റ്റീവ് ആക്കുക എല്ലാം ഞാൻ തന്നെ ചെയ്തു. നമ്മളിങ്ങനെ ഒതുങ്ങിയ ഒരു മൂലയിൽ ഇരിക്കാതിരിക്കും. ആ ഗ്രൂപ്പിനൊന്ന് ഉഷാറാക്കി എടുക്കണം. നിങ്ങളതിനെ ചാർജ് ആക്കണം ആ ഗ്രൂപ്പിന്. കേട്ടോ, ക്ലിയർ ആവുന്നില്ല? ആ ഗ്രൂപ്പിൽ ഞാൻ ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന സമയത്ത് അതിന് ലൈക്ക് അടിക്കുക എന്ന് മാത്രം ആവാതെ മാറ്റാതെ എന്തെങ്കിലും പ്രോഗ്രസ് ഇട്ട് ആ പ്രോഗ്രസ് ആയിട്ട് കാണിക്കാനും ഒരു കാര്യങ്ങൾ ചെയ്ത് അതിനകത്ത് ഇടാനും കാണിക്കും. നിങ്ങൾ ആ ഒരു ഇമ്പ്രൂവ്മെന്റ് അവിടെ കാണിക്കണം. കാരണം നിങ്ങളാണ് ഇതിന്റെ മെയിൻ ടോപ്പിലേക്ക് വ്യക്തികൾ. നിങ്ങൾ താഴെയുള്ള നിങ്ങൾ കുട്ടികളായി പോലെ കാണില്ല. അപ്പോൾ 100 PV-ക്കാർ 100+200 താഴെ എത്തുമ്പോൾ 100+100 അപ്പോൾ കുറച്ചും കൂടി ചെറിയതാണ്. അതിന് താഴെയായിട്ട് 60+60 ഈസിയായി ചെയ്യാൻ പറ്റുന്ന കേസാണ്. ചില ആൾക്കാർ സിമ്പിൾ ആണല്ലേ എന്ന് വെച്ചാൽ അതിനകത്ത് കയറിയിട്ടുണ്ട്. 60+60 അല്ലേ സിമ്പിൾ അങ്ങനെ ചില കയറിയ ആൾക്കാരുണ്ട്. അത് ഈസിയായി ആർക്കും ചെയ്യാൻ പറ്റുന്ന കേസ്. അത് ഈസിയാണ്. പക്ഷെ അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്, അതിൽ ആൾക്കാർ കുറവാണ്. നിങ്ങളുടെ താഴെയുള്ള പുതിയ ആൾക്കാരെ ജോയിൻ ചെയ്ത ആൾക്കാരെ അതിലേക്ക് ഇൻവോൾവ് ആക്കും. ചെറിയ ടാർഗറ്റ് അവർക്ക് കൊടുക്കും. വലിയ മെസ്സേജ് ഫുൾ അയക്കുമ്പോൾ അവർ ചെറുതിലേക്ക് വരും. അപ്പോൾ കുറച്ച് ആൾക്കാർ അതിലേക്ക് കൊണ്ടുവരിക. പാലിമേന് താഴെ 2-3 പേര് 60-ൻ്റെ ഉണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക് PV കയറുന്നില്ലേ? ഒരു 2 പേര് 100-ൻ്റെ ഉണ്ടെങ്കിൽ അതേ PV കയറുന്നില്ലേ? മനസ്സിലായി? അവർ ടേൺ ഓവർ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഓരോ ടീമിനും താവട്ട് വരുന്നത്. നിങ്ങളുടെ ഓരോ ടീമിലെ ആൾക്കാർ നിങ്ങളുടെ മെമ്പേഴ്സിനെ അതിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിക്കണം, അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ഓരോ മെമ്പേഴ്സിനെയും എനിക്കത് സുഷിതനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. സുഷിത അത് ഒരുവിധം എല്ലാ ആൾക്കാരും വിളിച്ച് സംസാരിച്ചിട്ട് ഏടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവരത് ചിലപ്പോൾ അവർ ചെയ്യുമെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ അവർ ഏടാക്കിയ സ്ഥിതിക്ക് ചിലപ്പോൾ അവരെന്തെങ്കിലും ചെയ്തേക്കാം. ഒന്നും ചെയ്യാതിരുന്ന വ്യക്തി 30 PV ചെയ്താലും അത്രയും PV അല്ലേ? 60 ചെയ്താൽ അത്രയും PV അല്ലേ? അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് എല്ലാവരും ഏറ്റെടുത്തിട്ടാണ്. ഇയാളെയും കൂടെ അതിനകത്ത് ഏടാക്കിയോ, ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് ആവും. ആ രീതിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യണം. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ ഈ സെഷൻ ചെയ്തതിൽ ഞാൻ സിമ്പിൾ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, എക്സ്ട്രാ അധികം ഒന്നും ഈ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിലും ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഇത് എങ്ങനെ ഇങ്ങനെ എത്താൻ പറ്റുന്ന എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നുണ്ടോ? ഞാൻ അതിനാണ് കുറച്ച് ക്ലിയർ ആക്കി പറഞ്ഞുതരാം. ഈ ജോയിനിങ്ങിന്റെ കാര്യമാണ് സാറേ കൺഫ്യൂഷൻ. നമ്മൾ ആൾക്കാരെ പിന്നെ പറഞ്ഞില്ല, അവര് മീറ്റിങ്ങിലെല്ലാം പങ്കെടുക്കാമെന്ന് പറഞ്ഞ സമയമാകുമ്പോൾ ഇത് മാറും. പിന്നെ വരുന്നവര് പിന്നെ അത് നോക്കട്ടെ, എടുക്കട്ടെ. ഇപ്പൊ ഒത്തിരിയും പേർക്ക് ഓരോ അമളികളൊക്കെ പറ്റിയതല്ലേ. സീന ഞാൻ പറഞ്ഞേക്കുക, നമ്മളെ സാജിദ ദാവൂദ് വന്നിരിക്കുന്നത് മഹേഷൻ KP എന്ന് പറഞ്ഞ ഒരാളുടെ താഴെയാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ വെറും പാവമാണ്. വെറും പാവം എന്ന് വെച്ചാൽ ഒരാൾ പറഞ്ഞപ്പോഴും കേൾക്കത്തില്ല, അത്രയ്ക്കും വെറും പാവമാണ്. ആ വ്യക്തിയോട് നീതുൽ വിജയ് പറഞ്ഞ ഒരു കാര്യം, 90 ഡേയ്സ് മിഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം, 90 ദിവസം കണ്ടിന്യൂ വർക്ക് ചെയ്യണം. അദ്ദേഹത്തിന് എന്താണ് 90 ഡേയ്സ് ഒന്നും മനസ്സിലായിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിൽ ഞാൻ എപ്പോഴും കാണുന്നത് 56 ദിവസമായി, 57 ദിവസമായി, 58 ദിവസം. ഇയാൾ എപ്പോഴും സ്റ്റാറ്റസ് വെക്കുന്ന കാണാം. ഞാൻ എന്താ സംഭവിക്കുന്നത്, ഞാനിത് ശ്രദ്ധിച്ചപ്പോൾ അയാൾ 90 ഡേയ്സ് മിഷൻ എന്തോ തുടങ്ങി എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അവസാനം ആ സ്റ്റാറ്റസിന് മറുപടി ചോദിച്ചു, മാഷേട്ടൻ എന്താ ചെയ്യുന്നത്? 90 ഡേയ്സ് ഞാൻ എല്ലാ ദിവസവും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 90 ദിവസം ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യുന്ന പറഞ്ഞു. ആൾ കയറുന്നുണ്ടോ ഞാൻ നോക്കാറില്ല, ആൾ ഐഡിയ എടുക്കുന്നുണ്ടോ ഞാൻ നോക്കാറില്ല. പക്ഷെ 90 ദിവസം ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. 56-ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു സാജിദ ജോയിൻ ചെയ്തത്. ഈ സാജിദ നിങ്ങൾ ഈ കാണുന്ന മുന്നിലേക്കും സാജിദ ഇന്ന് കേരളം മുഴുവൻ അറിയപ്പെടുന്ന അല്ല, വ്യക്തിയാണ്. 36-ാമത്തെ ദിവസമാണ് പോയത് 36-ാമത്തെ ഞാൻ. ദിവസം സാജിദ ജോയിൻ ചെയ്തത്. അദ്ദേഹം 90 ദിവസം കഴിഞ്ഞു, ഇപ്പോഴും തുടങ്ങി, അടുത്ത 90 ദിവസം തുടങ്ങി. ഇന്ന് രാവിലത്തെ മീറ്റിംഗ് കണ്ടിട്ടുണ്ടോ? അനുപ് ഹരിപ്രിയ പ്രദീപ്, അങ്ങനത്തെ പേരാണ് അദ്ദേഹത്തിന്. രണ്ടാമത്തെ ലെക്കാണ്. അനുശ്രീ ആനന്ദാന്ന് അങ്ങനെ പേര്. നല്ല സീരിയസ് ആയിട്ട് കുട്ടി ചെയ്യാൻ താല്പര്യമുണ്ട്. രണ്ടാമത്തെ ലെഗ് അദ്ദേഹത്തിന്റെ. മൂന്നാമത് രേഖ എന്ന് വെച്ചാൽ മലപ്പുറത്തുള്ള ലേഡി, സീരിയസ് ആയിട്ട് ഒരു ട്രെയിനറാണ്, മോട്ടിവേഷൻ ട്രെയിനറാണ്. അവരും ചെയ്യണം എന്ന് ആഗ്രഹിച്ച് മൂന്നാമത്തെയാണ്. അദ്ദേഹം ചെയ്തെന്താ, അദ്ദേഹത്തിന്റെ വാക്ക് കേട്ടാൽ സംസാരിച്ചാൽ ആർക്കും അദ്ദേഹത്തിന് ഒന്നും അറിയത്തില്ല, പറഞ്ഞു കൊടുക്കാൻ ഒന്നും അറിയത്തില്ല. അദ്ദേഹം ഷെയർ ചെയ്തുകൊണ്ടിരിക്കും. വരുമോ എനിക്ക് അതിൻ്റെ അറിയേണ്ട ആവശ്യമില്ല, ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. വേണം വന്നോട്ടെ സാർ, അവർക്ക് വിധിച്ചിരുന്നെങ്കിൽ അവരെന്നോട് ഓക്കെ പറയും, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. അദ്ദേഹത്തിന്റെ മനസ്സിൽ എല്ലാ 90 ദിവസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ
5-6 നല്ല സാജിദിനെ പോലത്തെ ആൾക്കാർ വരൂലേ? സാജിദ് ഇങ്ങനെ ആക്റ്റീവ് ആണെന്ന് അദ്ദേഹം പോലും പ്രതീക്ഷിച്ചില്ല. സാജിദ് നല്ല ആക്റ്റീവായി പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ല. എൻ്റെ താഴെ വന്ന വ്യക്തി അടിപൊളി ലീഡർ ആവുന്നല്ലോ എന്ന് വെച്ച് എൻ്റെ വരുമാനം കുറഞ്ഞു പോകും, അതുകൊണ്ട് ഒരു കുശുമ്പോ ഒരു ദേഷ്യം അദ്ദേഹത്തിന് ഒന്നും ഒരു പരാതിയില്ല. സാജിദ് അതൊന്നും വർക്ക് ചെയ്ത് പോയിക്കോട്ടെ, ഒരു വിഷമം അദ്ദേഹത്തിന് ഇല്ല. അതിൻ്റെ പേരിൽ ഞാൻ കൊണ്ടുവന്ന വ്യക്തിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ടല്ലോ, എനിക്കൊന്നും കിട്ടുന്നില്ലെന്ന് ആ പരാതിയും ഇല്ല അദ്ദേഹത്തിന്. ഒന്നും അതിനെക്കുറിച്ച് ടെൻഷനേ ഇല്ല. ഒരു നല്ല ലീഡറെ കിട്ടി, ഹാപ്പി. അടുത്ത ലീഡറെ കിട്ടാൻ വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ, അതാണ് 100% വേണ്ടുന്നത്. ജോയിനിങ് ആവുമോ? ജോയിനിങ് ആയി ഞാൻ മഹേഷ് സാറിനായിട്ട് സംസാരിക്കാറുണ്ട് ഇടയ്ക്ക്. നല്ല മനുഷ്യൻ, എല്ലാ സ്ഥലത്തും ഫിസിക്കൽ മഹേഷ് മീറ്റ് എവിടെ ഉണ്ട്, സാറായിട്ടേ തൃശ്ശൂരാണോ മലപ്പുറം ഒന്നും നോക്കില്ല, ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന അദ്ദേഹം പോവാ, ട്രെയിനിലുണ്ട്, അവിടെ എത്തുന്നുണ്ട്. ഞാനൊന്നും അതെ ഒരു മോട്ടിവേഷൻ കൊടുക്കാറില്ല അദ്ദേഹത്തിന്, ഒരു മോട്ടിവേഷൻ കൊടുക്കുക. ഞാൻ അദ്ദേഹത്തിന് ഒറ്റ കാര്യം പറയും, മഹേഷേട്ടാ പേടിക്കണ്ട, സാധ്യത നല്ല നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, അടുത്ത ഒരു സാധ്യത അപ്പുറത്തെ കണ്ടുപിടിക്കണം, അതിന് നമുക്ക് എന്താ ഞാൻ ചെയ്യുന്നുണ്ട് സാറേ, നോക്കോളൂ, നടന്നോളൂ. എന്നെ മക്കൾ കളിയാക്കുന്നുണ്ട്, വൈഫ് കളിയാക്കുന്നുണ്ട്, ഒന്നും എനിക്ക് വിഷയമില്ല. എനിക്ക് സാറിൻ്റെ ബിസിനസ്സും സാറിൻ്റെ ടീമിനെയും കമ്പനിയും പൂർണ്ണ വിശ്വാസമാണ്. ഞാൻ എല്ലാ മാസം 100-150 രൂപ ചെയ്യും, ജോയിനിങ് നടത്തിക്കൊണ്ടിരിക്കും, ഒരു കുഴപ്പമില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന സീനൊക്കെ ചെയ്യാൻ പറ്റും സീൻ. നമ്മുടെ മൈൻഡിൽ നിന്ന് ജോയിനിങ് ആവത്തില്ല എന്ന് ആ സാധനം എടുത്ത് പുറത്ത് കള, ഇപ്പൊ തന്നെ ഈ മീറ്റിംഗ് കഴിഞ്ഞ് എടുത്ത് പുറത്ത് കള. തലയിൽ ഒന്നും അങ്ങനത്തെ സാധനം വെക്കണ്ട, എല്ലാം ജോയിനിങ് ആവും. ആ മഹേശ്വരന് സാജിദിനെ പോലത്തെ വ്യക്തിയെ കൊണ്ടുവരാൻ സാധിക്കുവാണെങ്കിൽ സീനൊക്കെ അതിനേക്കാളും 5-10 ആൾക്കാർ കൊണ്ടുവരാൻ പറ്റും. നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ആ സാധനം എടുത്ത് കളയും. നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോൾ സീന പറഞ്ഞ വാക്കം തരും, ജോയിനിങ് വിഷയമല്ല സാറേ, എനിക്ക് ഈ 200 ബിക്ക് മേലുള്ള കസ്റ്റമറെ കണ്ടുപിടിക്കാനേ പാടും നിങ്ങൾ പറയത്തുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മാറ്റി പറയും, ജോയിനിങ് വിഷയമല്ല എന്ന് പറയും. കുറച്ച് കഴിയുമ്പോൾ തിരിഞ്ഞു വരും കേട്ടോ. ക്ലിയർ ആണ്. ഇതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും മാറി തിരിഞ്ഞു വരും. ഇന്ന് ആദ്യമായിട്ടാണ് സജിൻ മേനോട് പറഞ്ഞു, സാറെ കുറേ കാശ് കണ്ട് ജോയിനിങ് ആയെന്ന് പറഞ്ഞത്. കസ്റ്റമർ അവർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. സജിൻ മേനോട് ഉണ്ടോ, കേൾക്കുന്നുണ്ടോ? കുറേ അവർക്ക് കസ്റ്റമർ ബുദ്ധിമുട്ടില്ല. അങ്ങനെയെങ്കിൽ 3000, 300 100 രൂപ 200 രൂപ കസ്റ്റമർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഒരു ജോയിനിങ്ങിലേക്ക് 100 രൂപ എത്തിക്കാൻ സജിൻ മേനോട് ബുദ്ധിമുട്ടായില്ല. അല്ല സജിൻ മേഡം, ഇന്ന് 2-3 അതെ ജോയിനിങ് ആയി അതെ സർ. തുടങ്ങിയില്ല. നിങ്ങൾ ആ മൈൻഡ് മാറുമ്പോൾ ജോയിനിങ് ആയി തുടങ്ങിയില്ലയോ? അതെ അതെ 3 എണ്ണമായി. മൂന്നെണ്ണായി. ഇനി അവരെ 100 രൂപ എനിക്ക് ചെയ്യുമെന്നുള്ള വിഷമേ കൊള്ളൂ. 3 ജോയിനിങ് ആയി. ഇനി ഒരു 5-6 ജോയിനിങ് കൂടി ഈ മാസം ആകുമ്പോൾ ഇതിൽ ആരെങ്കിലും ഒരാൾ സജിൻ മേഡം 100 രൂപ ചെയ്യും കേട്ടോ. ഈ മൈൻഡ് മാറ്റുക. ഓക്കെ, അതിൽ എൻ്റെ പേരില്ലെങ്കിൽ അതും വിഷമം, അതുകൊണ്ട് ആ പേര് ജോയിൻ മൊബൈലിൽ കയറി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ മൈൻഡ് സെറ്റിൽ നിന്ന് മാറ്റുക. ജോയിനിങ് ആവോ ആയിട്ടില്ലെങ്കിൽ നമ്മളെ നോ വിഷയം, നമ്മളിത് പ്രയത്നിച്ചുകൊണ്ടിരിക്കും, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. നിർബന്ധമായിട്ടും 100% ഗ്യാരണ്ടി ഞാൻ പറയും, നിങ്ങളുടെ താഴെ നല്ലൊരു ജോയിനിങ് വരും. എല്ലാവരുടെ താഴെയും വരും. എല്ലാവരുടെ താഴെയും 200 രൂപയുടെ കസ്റ്റമർ ഉണ്ടാവും. അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങൾ തവണയിലായിരിക്കണം. ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് തവണ. 2 ബോട്ടിൽ വാങ്ങിക്കുക, 1/2 ലിറ്ററിന്റെ ബോട്ടിലാക്കിയിട്ട് 4 ബോട്ടിൽ കൊടുക്കുക, അടുത്തത് 4 കൂടി കണ്ടുപിടിക്കുക, തീർച്ചയായിട്ടും വാങ്ങിക്കും. വിനോദിന്റെ കണ്ടോ 30 ബോട്ടിലാണ് കൊണ്ടുപോയത്. 30 ബോട്ടിൽ. ഇനിയും വേണം, ഇപ്പോഴും ആൾക്കാർ വിളിച്ചു പറഞ്ഞ് ഇനിയും വേണം, സാധനം കഴിഞ്ഞു എന്നാണ്. ഈ ഇത്രയും സാധനം വാങ്ങിക്കുമ്പോൾ അതിന്റെ പ്രൈസ് നിങ്ങൾ കൂട്ടി വെക്കിയിട്ടുണ്ടോ? PV നോക്കണ്ടേ? PV 9 PV ഉള്ളൂ. പ്രൈസ് നോക്കിയിട്ടുണ്ടോ? അത്ര സോപ്പ്, എത്ര പേസ്റ്റ് ഫ്രീ കിട്ടുന്നറിയോ? എമൗണ്ട് കൂടുമ്പോൾ പേസ്റ്റിന്റെ എണ്ണം കൂടൂലേ? അത്രയും പേസ്റ്റ് ഫ്രീ കിട്ടി, അത്രയും ലാഭമല്ലേ? അപ്പോൾ ആ രീതിയിൽ നമ്മൾ മൈൻഡ് സെറ്റ് മാറ്റി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ PV എണ്ണം നമുക്ക് കൂടുതൽ എടുക്കാൻ സാധിക്കുന്നുണ്ടാവും. PV വരുന്നുണ്ടാവും, ജോയിനിങ് വരുന്നുണ്ടാവും. ഈ കുക്കിംഗ് ഓയിലും പേസ്റ്റ് ഒക്കെ കൊടുക്കുമ്പം ആ കസ്റ്റമർ അടുത്ത പ്രാവശ്യം ആ സാധനം വാങ്ങിക്കും. അവർ പാചകം ചെയ്യുന്നിടത്തോളം കാലം നിങ്ങൾ കുക്കിംഗ് ഓയിൽ വാങ്ങിക്കുന്നുണ്ടോ? സപ്ലിമെന്റ് ഒക്കെ അസുഖം മാറിക്കഴിഞ്ഞാൽ പിന്നെ വാങ്ങിക്കത്തില്ലല്ലോ, എല്ലാവരും വാങ്ങിക്കും, നമ്മൾ വാങ്ങിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ പാചകം ചെയ്യുന്ന എണ്ണയും പേസ്റ്റും സോപ്പിലൊക്കെ പതുക്കെ പതുക്കെ ഒരു 200 രൂപയുടെ സാധനം വാങ്ങിക്കുന്ന 2-3 കസ്റ്റമറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അവർ സ്ഥിരമായിട്ട് ഇത് വാങ്ങിക്കുന്നുണ്ടാവും. ഇപ്പം അലീമൊക്കെ കസ്റ്റമർ ഉണ്ട്, സപ്ലിമെന്റ് മാത്രമല്ല മറ്റുള്ള കോമൺ കസ്റ്റമർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാവുന്ന ഈ മാസം നിങ്ങളുടെ ടാർഗറ്റ് ഇപ്പം സീനിയറിന്റെ 255 PV ആയി വിചാരിച്ച ഇനിയും കൂടി 10, 35, 50 PV ചെയ്യാൻ സാധിക്കും, നിങ്ങൾക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കുന്നത് ഒരു എക്സ്ട്രാ കസ്റ്റമർ, ഒരു ഹെയർ ഓയിലും ഷാമ്പു വാങ്ങിക്കുന്ന കസ്റ്റമർ 10 PV ആയില്ലേ? ഒരു തുളസി റോസ് വാങ്ങിക്കുന്ന ഒരു കസ്റ്റമറോട് പുതിയത് കണ്ടെത്തണം. ഈ മൈൻഡ് സെറ്റിലേക്ക് അടുത്ത മാസം ഉണ്ടാവണം. അടുത്ത മാസം അത് കവർ ചെയ്ത് 340 PV 350 PV ആയെങ്കിൽ നിങ്ങളുടെ മൈൻഡിലുള്ളത് 400 PV പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കുറച്ചങ്ങോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് 1000 PV ഒക്കെ ഒരു മാസം വേണ്ടി സെൽഫ് PV മനസ്സിലായി, 1000 PV ഒക്കെ സെൽഫ് PV വേണ്ടി വരും. ആ കുറച്ചും അങ്ങനെ വേണ്ടി ആവുന്നുണ്ടോ? ഇതന്നെയാണ് നമ്മുടെ നാട്ടിലെ പല ലീഡർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല ലീഡർമാർക്കും 2000-3000 PV സെൽഫ് PV തന്നെയുണ്ട്, പല ലീഡർമാർക്കും.
അതാണ് ചില ലീഡർമാർ ചെയ്യുന്നത്. LOBക്ക് എവിടെയെങ്കിലും ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സജിനി മാഡത്തിന്റെ ലെഗിൽ ഒരു 1000 BB ഷോർട്ടേജസ് ഉണ്ടെങ്കിൽ സുഷിതയ്ക്ക് വേണമെങ്കിൽ 1000 BB അവിടെ എവിടെയെങ്കിലും പർച്ചേസ് ചെയ്ത് LOB ആക്കി മാറ്റാൻ പറ്റും. മനോജ് സാർക്ക് അതാ ചെയ്യാം. മനോജ് സാർക്ക് 500 BB സെൽഫി ആവശ്യമുണ്ട്. സ്വന്തമായിട്ട് അവരുടെ വീട്ടിലേക്ക് 500 BB വേണം. പേഴ്സണൽ യൂസിന് മാത്രം 500 BB വേണം. അദ്ദേഹം ചിലപ്പോൾ അവസാന ദിവസം കൊണ്ട് ഏതെങ്കിലും ലെഗിൽ കൊണ്ട് ചെയ്യും. 4ാമത്തെ ലെഗിൽ LOB വേണമെങ്കിൽ അവിടെ പോയി ചെയ്യും. മനസ്സിലാകുന്നത്? അതേ രീതിയിൽ നമുക്ക് വർക്ക് ചെയ്യും. LOBയിലൊക്കെ സമയത്ത് അങ്ങനെ കസ്റ്റമർ ഉണ്ടെങ്കിൽ അത് അവിടെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. ലാസ്റ്റ് ഈ സാധനം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ മൈൻഡ് മാറും. അവിടെ പോയി പർച്ചേസ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോൾ സെൽഫി വ്യൂ ഞാൻ പറഞ്ഞെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടീം സ്ട്രക്ചർ വരുന്ന സമയത്ത് LOB ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ അവിടെ എവിടെയെങ്കിലും പോയി പർച്ചേസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. ഒരു ഐഡിയ ക്രിയേഷൻ ചെയ്ത് വരുമാനം, വലിയ വരുമാനം. ഇപ്പം ഞാൻ ഇപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ കുറച്ച് കാലം മുന്നൊക്കെ ഇത് എത്തുന്നില്ല, എങ്ങനെയും ആ ഒരു വരുമാനത്തിലേക്ക് എത്താൻ, വലിയൊരു വരുമാനത്തിലേക്ക് പോകണില്ല എന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം ഞാൻ ഒരാളെ ഫോക്കസ് ചെയ്യുന്നു, ഒരാളെ കണ്ട് ഇദ്ദേഹത്തിന് നല്ല വരുമാനം വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കുമ്പോൾ കുറച്ച് അവർ അത് ഫോക്കസ് വിട്ടു പോയിട്ടുണ്ടാവും. പിന്നെ ഞാൻ പുതിയൊരാളെ കണ്ടുപിടിക്കാൻ നടക്കേണ്ടി വന്നത്. എപ്പോഴാണോ ഭീമയുടെ വരുമാനം 50,000 രൂപ കടന്നേ, അന്ന് തൊട്ടാണ് എൻ്റെ ഫുൾ എനിക്ക് കോൺഫിഡൻറ്റ് വന്നത്. ആർക്ക് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, എത്ര ലക്ഷം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും. കാരണം പിടിച്ചു നിർത്താൻ ഒരാളെ വരുമാനത്തിൽ എത്തിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കളഞ്ഞു പോകുന്ന ആൾക്കാർ. ഇനി ഒരു കോൺഫിഡൻറ്റ് പ്രശ്നം അവിടെ ഇല്ല. ഞാനിപ്പോൾ നല്ല നല്ല ഫോക്കസിലാണ്. എൻ്റെയൊക്കെ വരുമാനം നല്ല ഹയർ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കും. മനസ്സിലായി? അത് എത്താൻ വേണ്ടി നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ ഇതിനെ 5 വർഷത്തെ ഇത് തന്നെ കണ്ടിരിക്കണേ. എൻ്റെ മനസ്സിൽ ഞാൻ കഴിഞ്ഞ മീറ്റിംഗ് പറഞ്ഞു, 2030 എന്തോ എനിക്ക് സംഭവിക്കുന്ന എനിക്ക് നന്നായിട്ട് അറിയാം. വെറുതെ പണ്ടേ പറയാം 2030 ഗൾഫ് മതിയാക്കുക, 2030 ഗൾഫ് മതിയാക്കുക, വെറുതെ പറയാനുള്ളത്. എന്തിനാ പറഞ്ഞു നിൽക്കാറില്ല. പക്ഷെ ഇപ്പൊ സത്യസന്ധമായി ഞാൻ പറയാണ്, നിങ്ങൾ 2030 നിങ്ങളുടെ വരുമാനം 5 ലക്ഷം രൂപയാണ് അല്ലേ? 2030 നിങ്ങളെ വരുമാനം 5 ലക്ഷം രൂപയാക്കാനാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇത് തന്നെയായിരിക്കും ആ നിയോഗം, അന്ന് പറഞ്ഞത് നിയോഗം. ഞാൻ ഓൾറെഡി 5 വർഷമാവും. നിങ്ങളൊക്കെ കുറച്ച് അടുത്ത മാസം ആകുമ്പം 5 വർഷമാവും. എൻ്റെ മോള് ജോയിൻ ചെയ്യുന്ന സമയത്ത് 5 വർഷം കംപ്ലീറ്റ് ആയി ബിസിനസ്സിൽ. അതും ഒരു നിയോഗമാണ്. മനസ്സിലല്ലേ? അപ്പോൾ പിന്നെ നിങ്ങളെ ആ 2030 ആകുമ്പോൾ നിങ്ങളൊക്കെ വരുമാനം 5 ലക്ഷം രൂപയാകുമ്പോൾ ഞാൻ ഏത് ലെവലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? ഇത് തന്നെയാണ് ഞാൻ അന്ന് കണ്ട സ്വപ്നം. ഇത് തന്നെയാണ് ദൈവം ഞാൻ എത്തിച്ചിരുന്നത് അവിടത്തേക്ക്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ യാതൊരുവിധ മടിയും കൂടാതെ, ഒരു നെഗറ്റീവും ഉള്ളിലേക്ക് കൊടുക്കാതെ, സാധിക്കത്തില്ല എന്നുള്ള വാക്ക് ഉള്ളിലേക്ക് കയറ്റാതിരിക്കുക. നമ്മളത് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, നിർബന്ധമായിട്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, അത് നേടിയിരിക്കുന്നുണ്ടാവും. ഇതിൽ നിങ്ങൾ ആരും ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ഒന്നും ആവത്തില്ല, ആരും ആയിട്ടില്ല കളഞ്ഞിട്ട് പോകത്തില്ല. ഇപ്പം സീനു ആവുന്നില്ല പറഞ്ഞ് നിൽക്കുന്നു, ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഈ മാസം ചിലപ്പോൾ ഒന്നും ജോയിനിങ് ആയിട്ടില്ല, അടുത്ത മാസം ഒന്നും ജോയിനിങ് ആയിട്ടില്ല. ഫെബ്രുവരി മാസം ചിലപ്പോൾ സീനൊക്കെ വരുന്ന ജോയിനിങ് 5 6 ആയിരിക്കും ചിലപ്പോൾ. ആ മാസം കവറായി ഈ സാധനം കവറായി വരുന്നുണ്ടോ കേട്ടോ. അതിനുശേഷം നിങ്ങളുടെ എനർജി മാറുന്നുണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കണ്ടിന്യൂ നല്ല ജോയിനിങ് വരുന്നുണ്ടോ. ഇത് ഒരു ദിവസമാണ് ഇതൊക്കെ മാറ്റി മറിയുന്നുണ്ടാവും. ഒരു ഒറ്റ ദിവസം കൊണ്ട് ഇതെല്ലാം മാറി മറിഞ്ഞു അല്ല. നിങ്ങളതിനെ ചിന്തിക്കുക, 3 മാസത്തിന് മുന്നേ സാജിത വന്നിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ നമുക്ക് അറിയാൻ പറ്റുമോ? ഇങ്ങനെ ലീഡർ നമുക്ക് ഉണ്ടാവുമായിരുന്നു, നല്ല ലീഡറായി വന്നില്ല. ഇപ്പം പ്ലാൻ എടുക്കും, സീൻ MC, ഇത് കുറച്ച് മുന്നേ ഇങ്ങനെ സീനി നമുക്ക് ഉണ്ടായിട്ടില്ല, ഒന്നില്ല നമുക്ക് ഒരാളങ്ങനെ. ഇപ്പൊ ജോമോൾ പ്ലാനിലാണെങ്കിൽ 1 വർഷം മുന്നേ ജോമോൾ വന്നതാ ബിസിനസ്സിൽ. അന്നുകൊണ്ട് നിങ്ങൾക്ക് നല്ല കഴിവുണ്ട്, പ്ലാൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റും, വരാൻ വേണ്ടി പറഞ്ഞു, വന്നിട്ടില്ല. ഇന്ന് സാജിതന്റെ പ്രസന്റേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ്, സാറേ എനിക്ക് അയച്ചു ഒരു പ്രസന്റേഷൻ, ഒരു പ്ലാൻ അയച്ചതാ, എനിക്ക് അടുത്ത വെള്ളിയാഴ്ച CP ചെയ്യണം എന്ന് പറഞ്ഞു. ഇപ്പം തന്നെ സാർ ഒരു സെഷൻ എനിക്ക് അയച്ചിട്ട് ഞാൻ ഇന്ന് തൊട്ട് പഠിക്കാൻ തയ്യാറാണ്, അടുത്ത വെള്ളിയാഴ്ച CP ഞാൻ ചെയ്തോളാം മനോജ് സാർ പറഞ്ഞിരിക്കുന്നവൻ. ഇന്ന് രാവിലെ സാജിയുടെ സെഷൻ കഴിഞ്ഞ ഉടനെ അയച്ചിരിക്കാം. ജിമ്മി ഇന്ന് MC ചെയ്ത് ജിമ്മി എന്നോട് പറഞ്ഞിരിക്കുന്നവരോ, സാറാണ് എനിക്ക് MC ചെയ്യാൻ റോള് തന്നത്. സാജിത മേഡം പറഞ്ഞ് MC ചെയ്യാൻ അവസരം തന്നിട്ടുണ്ടായിരുന്നു. സാജിത മേഡം അടിപൊളി സെഷൻ ചെയ്തിട്ട് ഞാനും അതുപോലെ ചെയ്യാൻ കൊണ്ട് പോവാണ്. മാറ്റ ആൾക്കാരെ ചിന്ത കണ്ട എല്ലാവരും നമ്മൾ ഈ ലിങ്കിലേക്ക് കയറി വരുന്നല്ലേ. റോബർട്ട്സിയുടെ ലിങ്ക് ആരും കണ്ടിട്ടാണ്, കുറേ ആൾക്കാർ കയറി വരുന്നുണ്ട് ഇങ്ങോട്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു കാര്യം ആവത്തില്ല എന്ന് മാത്രം നിങ്ങൾ മനസ്സ് മാറ്റി വെക്കാം. എല്ലാം ആവും. ഈ കാണുന്ന നിങ്ങൾ എല്ലാവരും വന്നിരിക്കണം. ഇപ്പൊ അടുത്ത കാലത്ത് തന്നെ പ്രേമ ചേച്ചി വന്ന് കുറച്ചേ ആയാലും, അനിമ വന്നിച്ച് കുറച്ചേ ആയാലും, അൻസരി വന്നിച്ച് കുറച്ചേ ആയാലും അല്ല, ഇതിൽ പല ആൾക്കാരും ഇപ്പൊ അടുത്ത് വന്നിരിക്കുന്ന ആൾക്കാർ. ജാസ്മിൻ വന്നിച്ച് കുറച്ചേ ആയാലും, ജീന ജസ്റ്റിൻ ഇപ്പോൾ വന്ന, സബീൻ ഇപ്പോൾ വന്നെയാണ്. എല്ലാവരും ഇപ്പൊ അടുത്തടുത്ത് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇതെല്ലാം ഒരു ചെറിയ സമയം കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. പണ്ടത്തെ ആൾക്കാർ ആക്റ്റീവ് ആണെന്ന് വെച്ചാൽ ആക്റ്റീവ് കുറച്ച് ആൾക്കാരുണ്ടാവും, കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പോയിട്ടുണ്ട്. പക്ഷെ ഇനി അങ്ങോട്ടുള്ള നമ്മുടെ മൊമെന്റം വലിയ സ്പീഡിലായിട്ടുള്ള മൊമെന്റമാണ്. ഇന്ന് മനോജ് സാർ എനിക്ക് അയച്ചു FRയിൽ പങ്കെടുക്കുന്ന അടുത്ത വലിയ ലീഡറിന്റെ ലിസ്റ്റ് അയച്ചിരിക്കുക. ഇത്രയും ആൾക്കാർ അവരൊക്കെ FRയിൽ പങ്കെടുപ്പിക്കുന്നത്. ഞാൻ സാറിന് സാറേ അവരൊക്കെ ഇത്രയും ആൾക്കാരെ പങ്കെടുപ്പിക്കുന്നുള്ളൂ, ഞാൻ 50 പേരെ പങ്കെടുക്കുന്ന FRയിൽ നിന്ന്.
ആ ലീഡറൊക്കെ ഇത്രയും ആളെ പങ്കെടുപ്പിക്കുന്നുള്ളൂ എന്ന് വെച്ചേ. ഇവരൊക്കെ വലിയ ടീമായിരുന്നു സാറേ. സാറൊക്കെ പണ്ട് പുകഴ്ത്തി പറഞ്ഞിരിക്കുന്ന ആൾക്കാരല്ല. ഞാൻ ഒരാളെ പോലും പങ്കെടുപ്പിക്കുന്നില്ല. എന്നെ സപ്പോർട്ട് ചെയ്യില്ല. SP സാർ പോലും പറഞ്ഞതൊക്കെ എന്നെ പറഞ്ഞിട്ടില്ല. അവർ ഇത്രയും ആളെ പങ്കെടുപ്പിക്കുന്നില്ല. ഞാൻ ഇതിന് ഡബിൾ കൊണ്ടുതരാനാണ്. 50 പേര് നമ്മുടെ ടീമിൽ FR പങ്കെടുക്കും. 50 പേര്. തീർച്ചയായിട്ടും ആ ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കണേ. മനസ്സിലാകുന്നത് നമ്മുടെ ടീം ഒരു ഞാൻ എന്താണ് സ്വപ്നം കണ്ടിരിക്കുന്നത് അത് കറക്റ്റായിട്ട് അതുപോലെ കിട്ടുന്നുണ്ടെന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് 100% ഞാൻ ഇതിൽ എന്താണോ സ്വപ്നം കണ്ടിരിക്കുന്നത് അത് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അത് തന്നെ വിജയിക്കാൻ പോകുന്നത്. അത് 100% ആഗ്രഹിച്ചുകൊണ്ട് തന്നെ കിട്ടുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കും, അത് നേടാൻ സാധിക്കും. ആപത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ ഈ പറഞ്ഞ ഈ കാര്യത്തിലേക്ക് നിങ്ങൾ അത് ആഗ്രഹിക്കണം. നമുക്കത് എത്താൻ സാധിക്കും 100%. നിങ്ങൾ പക്ഷെ പ്രയത്നം നിർത്തരുത്. എപ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്? പരിശ്രമം നിർത്തി കഴിഞ്ഞാൽ പരാജയം ഉറപ്പാണ്. നിങ്ങൾ എന്ന് സ്റ്റോപ്പ് ചെയ്യുന്നു അവിടെ പരിപാടി പരാജയം തുടങ്ങി. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഒരു സ്ഥലത്ത് വിജയിക്കുന്നതാണ്. ഞാൻ പണ്ടൊക്കെ അതൊക്കെ ഞാൻ ഒരു ഫോട്ടോ ഉണ്ടായില്ല, അതൊക്കെ എൻ്റെ മൊബൈൽ മാറിയപ്പോൾ അത് പോയി. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ മോട്ടിവേഷനായിട്ട് ഇട്ടുകൊണ്ടിരിക്കും. പരിശ്രമം നിർത്തുമ്പോൾ പരാജയം സുഷിതൊക്കെ അറിയാൻ പറ്റും. പണ്ടൊക്കെ എൻ്റെ രാവിലത്തെ ഗുഡ് മോർണിംഗ് മെസ്സേജ് അതൊക്കെ വരുമോ. ഇപ്പം ഞാൻ ഒന്നും ഇടാൻ സമയമില്ല. പണ്ടത്തെ എൻ്റെ മെസ്സേജ് അങ്ങനെയാണ്. അല്ല, ഒരു വണ്ടീനകത്ത് കുറേ ടയറിലൊരു പിക്ചർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വണ്ടി പഞ്ചറാണ്, ആ വണ്ടി നിറച്ചും ടയറും ഉണ്ട്. പക്ഷെ ആ ഒറ്റ ടയറും ആവശ്യത്തിന് ഉപയോഗമില്ലാത്ത ടയറല്ല. അദ്ദേഹം ടയർ ഇല്ലാണ്ട് അവിടെ നിർത്തിയിട്ടിരിക്കുക. ആ നല്ല ഉപകാരമുള്ള ഒരു രണ്ട് ജോയിനിങ് വന്നു കഴിഞ്ഞാൽ ആ മഹേഷ് ആട്ടനെ സാജിദിനെ പോലത്തെ ഒരു 4 പേരും കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്ത് വേറെ ചിന്തിക്കണോ? സാജിദിനെ പോലുള്ള ഒരു 4 പേരും കൂടെ അദ്ദേഹം കൊണ്ടുവരാൻ വേണ്ടി ഒരു 3 വർഷം പണിയെടുത്ത പോലെ 6 ലെഗ് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇതിലേക്ക് വരേണ്ട ആവശ്യമുണ്ടോ? ആലോചിച്ചേക്ക്. സാജിദിനെ പോലത്തെ ഒരു 6 പേരെ കിട്ടുകയാണ്, 6 ലെഗിലേക്ക് കിട്ടുകയാണ്. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ആ നല്ല ചാര് കസയിലിട്ട് അങ്ങാടി ഇരുന്നാൽ പോരെ. സാജിദിന്റെ ബിസിനസ് ചെയ്തുകൊണ്ടുപോകും, മറ്റൊരാൾ ബിസിനസ് ചെയ്തുകൊണ്ടുപോകില്ല. പക്ഷെ ഒരാൾ മാത്രമാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത വർഷം ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. അല്ലെ, ഒരാൾ മാത്രമാണ്, 2 ആളെങ്കിലും കുറച്ച് നേരം ഓടും, 3 ആളുണ്ടെങ്കിൽ കുറച്ച് നേരം ഓടും. 6 പേരുണ്ടെങ്കിൽ പിന്നെ നോൺ സ്റ്റോപ്പാണ്. പിന്നെ അത് സ്റ്റോപ്പ് ചെയ്ത് പോകരുത്, അവരെ പിടിച്ചു നിർത്തണം. അവിടെ എവിടെയും ഡാമേജ് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ല? അതാണ് നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾക്ക് കുറഞ്ഞത് ഒരു 6 പേരെങ്കിലും ഉണ്ടാവണം. അവർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അവർക്കൊരു വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ അവരെ സഹായിക്കണം. ഇത്രയേ ചെയ്യണം. ഞാൻ എന്തിനാണ് നിങ്ങൾക്ക് വരുമാനം വാങ്ങിച്ചു തരാൻ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങളുടെ വരുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അത് ചെയ്യില്ലേ? കണ്ടിന്യൂ ചെയ്തില്ലേ? വരുമാനം കിട്ടിയാൽ മാത്രമേ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തിട്ടുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. അത് വാങ്ങിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഇത്രയും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ മുന്നേ താവോട്ട് ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ഒരാൾ ലിഫ്റ്റിൽ വെച്ച് കണ്ടായിരുന്നു. കുറേ കാലങ്ങൾ മുന്നേ അറിയുന്നതാണ്. ഒരു 1.5 വർഷം മുന്നേ ആൾ എൻ്റെ ഹെയർ ഓയിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഹെയർ ഓയിൽ നല്ലതാണൊക്കെ അറിയായിരുന്നു. പക്ഷേ ഇതുവരെ ബിസിനസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിക്കാൻ പോകുന്ന സമയത്ത് ആലോചിച്ച് എവിടെ പോകുന്നു? ഞാൻ ചായ കുടിക്കാൻ പോകുന്നു. വീട്ടിലെ ഒരു ഫാമിലി ഇല്ല. ഞാൻ വീട്ടിൽ നിന്ന് ചായ കിട്ടണമെങ്കിൽ 1 മണിക്കൂർ കാത്തിരിക്കണം. പക്ഷേ എനിക്ക് കറക്റ്റ് ഈ സമയത്ത് ചായ കിട്ടിയേ പറ്റൂ. ഞാൻ രാവിലെ 3:45 എഴുന്നേറ്റ് ഓൺലൈൻ മീറ്റിംഗ് ആയിരുന്നു. ഇപ്പോഴാണ് റെസ്റ്റ് കിട്ടിയത്. എന്താ കാര്യമായിട്ട് ചെയ്യുന്നത്? നിങ്ങൾ കുറേ ദിവസം ഒരു ജോലിക്കും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, ഞാനൊരു ഓപ്പർച്യൂണിറ്റി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് പൈസ ഉണ്ടാക്കാൻ ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ ലിഫ്റ്റിൻ്റെ അകത്ത് നിന്ന് താഴെ ഇറക്കിയ ഞാൻ പ്ലാൻ ഒന്ന് ജസ്റ്റ് കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് ഒരു 5 വർഷം കഴിയുമ്പോൾ നല്ലൊരു വരുമാനം വേണം താല്പര്യമുണ്ടെങ്കിൽ, ആക്രാന്തമില്ല എങ്കിൽ, അടുത്ത മാസം വരുമാനം പൈസ ഒന്നും വേണ്ടാന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ എൻ്റെ കയ്യിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അദ്ദേഹം റെഡി, ഞാൻ റെഡിയാണ്. എന്താ കൊണ്ട് പറഞ്ഞാൽ ഐഡിയ എടുക്കാൻ റെഡിയാണ്. പക്ഷെ ഞാൻ ഐഡിയ എടുക്കാൻ ആയിട്ടില്ല. നിങ്ങൾ ഒരു കുറച്ച് ദിവസം വൈകുന്നേരത്തെ പ്രസൻറ്റേഷൻ കേൾക്കും. അദ്ദേഹത്തിന് വെരിക്കോസിൻ്റെ പ്രോബ്ലം ഉണ്ട്, നമുക്ക്. അദ്ദേഹത്തിന് ഫാറ്റി ലിവർ പ്രശ്നമുണ്ട്, വൈഫിന് പ്രശ്നമുണ്ട്. എല്ലാവർക്കും സപ്ലിമെൻ്റ് ആവശ്യമുണ്ട്. ഓരോ മാസം ആ പർച്ചേസിങ് ചെയ്ത് ആ ഹെൽത്ത് ആരോഗ്യത്തിനോട് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ഞാൻ 2 വർഷം മുന്നേ അദ്ദേഹത്തിന് ഷെയർ ചെയ്ത് അദ്ദേഹം ചെയ്തില്ല പറയും. കാരണം അന്ന് ഞാൻ ഹെയർ ഓയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹെയർ ഓയിൽ സൂപ്പറാണ് ഇപ്പം എന്നോട് പറഞ്ഞു. അന്ന് തന്നെ ഹെയർ ഓയിൽ സൂപ്പറാണ്. ഞാൻ പിന്നെ രണ്ടാമത് ചോദിക്കാൻ പോയതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അന്ന് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തോട് മാത്രമല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അറിയുന്ന ഒരാളോടും പറഞ്ഞിട്ടില്ല. ഈ ലെവലിലേക്ക് നിങ്ങൾ അറിയുന്ന ആൾക്കാരെ അപ്പോൾ കൊണ്ടുവന്നാൽ മതി. ഇപ്പോൾ കൊണ്ടുവരണ്ട, കുറച്ച് കഴിയുമ്പോൾ കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ട് ജോയിനിങ് നടത്തുക, ഒരു ഇൻകം സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റും. ഭീമയൊക്കെ ഈ അയൽവക്കക്കാരോടൊക്കെ ഈ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇന്ന് എൻ്റെ ടീമിൽ, ശ്രീജാമേൻ്റെ ടീം മുഴുവൻ ഭീമൻ്റെ അയൽവക്കത്തുള്ള ആൾക്കാർ. ഭീമൻ്റെ അയൽവക്കത്തിലെ പരിചയക്കാർ മൊത്തം, ബന്ധക്കാർ മൊത്തം ശ്രീജാൻ ടീമിലുണ്ട്. ഒരു ഏരിയ മുഴുവൻ ശ്രീജാൻ ടീമിലാണ്. മനസ്സിലായില്ലേ?
ആ പരിചയക്കാരും അറിയുന്ന ആൾക്കാർ മൊത്തം ശ്രീജന്റെ ഒരു ഓർഗനൈസേഷൻ ആ ഭാഗത്തുള്ള ചടയമംഗലം ഭാഗത്ത് കടയ്ക്കൽ ഭാഗത്തുള്ള ഒരു ടീം ആലപ്പുഴ ഭാഗത്തുള്ള ശ്രീജന്റെ ആലപ്പുഴ മുഴുവൻ ആ ഒരു ടീം മുഴുവൻ ഉണ്ട്. ഇതേ തന്നെ ശ്രീജക്കും കുറച്ച് മുന്നേക്ക് ജോയിനിങ് ആവുന്നില്ല സാറേ, PB കേറുന്നതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രശ്നമില്ല, ഓട്ടോമാറ്റിക് ക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, റീക്വാളിഫിക്കേഷൻ കഴിഞ്ഞു, ബ്രോൺസിന്റെ റീക്വാളിഫിക്കേഷൻ കഴിഞ്ഞു. ഇനി 22 ദിവസമുണ്ട്, 20 ദിവസം അടുത്തുണ്ട്. മനസ്സിലായി, ആ ലെവലിലേക്ക് എത്തും. അതിനാണ് കണ്ടിന്യൂ ജോയിനിങ് നടക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ജോയിനിങ് നടത്തിയിട്ട് പോയിക്കോ, ജോയിനിങ് ആക്കി പോയിക്കോ, അവരെ മീറ്റിങ്ങിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അങ്ങനെ വരുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും, എനർജി വർദ്ധിക്കുന്നുണ്ടോ. മുന്നേക്ക് ഒരു ID മാത്രമേ ഒരു ആഴ്ചയൊക്കെ എടുക്കത്തില്ല. ഇപ്പം ഒരു ദിവസം 3, 4, 5 ID എടുത്തോണ്ടിരിക്കും. ഇങ്ങനെ സാറ് ID 5 എടുത്തിട്ടുണ്ട്, ഇത് നമ്പർ ഇതാ, സാറിന് അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് എപ്പോഴാണ് മാറിയത്? ആ മൈൻഡ് സെറ്റ് മാറ്റിയപ്പോഴാണ്. ഈ മൈൻഡ് സെറ്റ് മാറ്റണം നിങ്ങൾ. മൈൻഡ് സെറ്റ് മാറ്റിയിട്ടില്ലെങ്കിൽ ഈ പുവർ മൈൻഡ് സെറ്റ് തന്നെ കിടക്കുന്നുണ്ടോ. അതിൽ മാറ്റുക, റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരിക. അതെ, റിച്ച് മൈൻഡ് സെറ്റ്. ഞാൻ റിച്ച് മൈൻഡ് സെറ്റിലാണ്. ഒന്നുമില്ലെങ്കിലും പ്രാരാബ്ധമാണെങ്കിലും കടമാണെങ്കിലും നമ്മൾ റിച്ച് മൈൻഡ് സെറ്റാണ്. കടം ഉണ്ടെങ്കിലും പ്രാരാബ്ധമാണെങ്കിലും നമ്മൾ ഒരു പണക്കാരൻ്റെ മൈൻഡ് സെറ്റിലാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് വിജയിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതേ ചിലപ്പോൾ എൻ്റെ ചിലപ്പോൾ അരി വാങ്ങിക്കുമ്പോൾ ഇന്ന് പൈസ ഇല്ലെങ്കിൽ പോലും ഞാൻ പണക്കാരൻ്റെ മൈൻഡ് സെറ്റിലുണ്ടാവും. മനസ്സിലായി, ആ രീതിയിൽ നിൽക്കണം. പൂർ മൈൻഡ് സെറ്റിൽ മാറണം, റിച്ച് മൈൻഡ് സെറ്റിലേക്ക് വരിക. എന്നാലും നിങ്ങൾ 5 ലക്ഷം വരുമാനത്തിൽ എത്തത്തുള്ളൂ. ആവുന്നില്ല, എനിക്കാവത്തില്ല, എനിക്ക് കസ്റ്റമർ കിട്ടുന്നില്ല, ഈ മൈൻഡ് സെറ്റ് മാറ്റുക. ശ്രമിച്ചു കഴിഞ്ഞാൽ 500 PV പോലും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. സുഷിതൊക്കെ 500 PV ചെയ്ത മാസമൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, അല്ലേ? 500 PV ചെയ്ത മാസങ്ങൾ അതെങ്ങനെ വന്നത് ഞങ്ങൾ സുഷിതയ്ക്ക് അറിയത്തില്ല. ആ വർക്ക് പിന്നെ അതിന് ശേഷം ചെയ്തിട്ടില്ല. അന്ന് ബ്രോൺസ് ഡയറക്ടർ ആവാൻ വേണ്ടി ചെയ്തതാണ്, പിന്നെ ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ്? അന്ന് ആ ഒറ്റ ആഗ്രഹം മാത്രമേ ബ്രോൺസ് ഡയറക്ടർ ആവണം എന്നുള്ളത് മാത്രം. പിന്നീട് അതിനകത്ത് വരുമാനം കൂട്ടണമെന്ന് ആഗ്രഹം വരാത്തത് കൊണ്ടാണ് അത് നടക്കാതെ പോയത്. അന്ന് എങ്ങനെ നടന്നെന്തെങ്കിലും മാജിക് ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. സുഷിതയ്ക്ക് ഉണ്ടായിരുന്നോ? ഇല്ല. അന്ന് എങ്ങനെയോ അത് നടന്നു പോയി. അന്നൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ബ്രോൺസ് ഡയറക്ടർ ആവുന്നുള്ളത്. 2ാമത്തെ മാസം ടീം ബിൽഡിംഗ് കൂടെ ബ്രോൺസ് ഡയറക്ടർ ആക്കണം, ടീം ബിൽഡിംഗ് ഒരു LOB ഇറക്കും, അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതായത് അത് നിങ്ങൾ എല്ലാ മാസവും ചിന്തിച്ച് നോക്കി. ഞാൻ ഇന്നലെ സുഷിതന്റെ പേര് വിളിച്ച ഒരു എക്സാമ്പിൾ, ഒരു ഉദാഹരണങ്ങളാണ്. ഇന്ന് ഈ മാസം അലീമ ബ്രോൺസ് ഡയറക്ടർ ആണെന്ന് വാശി പിടിച്ച് നോക്കി, എന്ത് വന്നാലും ഇല്ല, ഭൂമി കുലുങ്ങിയാലും പ്രശ്നമില്ല, എൻ്റെ പോസ്റ്റ് ഈ മാസം ഞാൻ ബ്രോൺസ് ഡയറക്ടർ ഇടും എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിലൊരു മാറ്റം വരില്ല. അലീമ നോക്കിക്കോ, നിങ്ങൾ പോസ്റ്റ് ഈ മാസം വീഴണം. ആ രീതി ചിന്തിച്ച് വർക്ക് ചെയ്ത് ആവും. ആ മൈൻഡിൽ നിന്ന് മാറ്റാതിരിക്കും. ജാസ്മി ഈ മാസം ബ്രോൺസ് ഡയറക്ടർ ആവുന്ന വാശിയോട് ഞാൻ പറയാം, നിങ്ങൾ ആയേ പറ്റും, ആവണം. ആയാൽ മാത്രമേ നിങ്ങൾ ബിസിനസ് ഗ്രോത്തിലേക്ക് പോകുള്ളൂ. എവിടെയെങ്കിലും എന്തെങ്കിലും ടെൻഷൻ വരുന്നെങ്കിൽ എന്നെ മെസ്സേജ് ആയിക്കോട്ടോ. ബ്രോൺസ് ഡയറക്ടർ ആവും നമ്മൾ തീരുമാനിച്ചിരിക്കുക, അതിൽ മാറ്റം വേണ്ട. ആവട്ടോ. എവിടെയെങ്കിലും ആവത്തില്ല നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാവത്തില്ല. മൈൻഡിൽ നിന്ന് പോലും അത് ആവത്തില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. PV കയറത്തില്ല എന്ന് ചിന്തിക്കണ്ട. കാരണം കഴിഞ്ഞ മാസം അശ്വനി ബ്രോൺസ് ഡയറക്ടർ ആയത് എൻ്റെ ടീമിൽ പുതിയ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. ആ പെണ്ണ് പോലും അറിഞ്ഞിട്ട് അവൾ ബ്രോൺസ് ഡയറക്ടർ ആവുന്നുള്ളത് അറിഞ്ഞിട്ടേ ഇല്ല. ഞാൻ എത്ര നാള് വേണം ഇനി ആകണമെങ്കിൽ? നിങ്ങളത് ഞാൻ അടുത്ത മാസം പറയാം. ഡേറ്റ് ആയിട്ടില്ല, അടുത്ത മാസം പറയാം. ഇപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ഭയങ്കര സ്ട്രെയിൻ ആയി തോന്നുന്നുണ്ടോ? ഇപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇപ്പം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ആക്ടിവിറ്റി ഒക്കെ കണ്ടിന്യൂ ചെയ്ത് പോയി കേട്ടോ. ഞാൻ ഈ ഡിസംബർ 31 നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ഡേറ്റ് പറഞ്ഞു തരും, അതാവും കേട്ടോ. കാരണം എനിക്ക് നിങ്ങൾ ഒരാഴ്ചത്തെ പരിചയമുള്ളൂ, അതുകൊണ്ടാണ്. ഒന്ന് നോക്കട്ടെ. എന്നാലും ഞാൻ സാറിന് വോയിസ് ഒക്കെ വിടുവല്ലേ? ആ വോയിസിലൂടെ എനിക്ക് അതാ പറഞ്ഞ അടുത്ത ഈ 31 നിങ്ങളുടെ ഡേറ്റ് ഞാൻ പറയും, ബ്രോൺസിന്റെ ഡേറ്റ്. ഓക്കെ, ഒറ്റയടിക്ക് ഇന്നും പോയി ഞാൻ പറഞ്ഞു ഓവർലോഡായി പോകുന്നുണ്ടോ? ഇന്നും പോയി ഒന്ന് മേബി ചെയ്ത്. ഓക്കെ, എന്തിനെ നമ്മൾ ഈ പറഞ്ഞ ജാസ്മിന്റെ മൈൻഡ് സെറ്റിൽ നിന്ന് ഒരിക്കലും അത് സബീനൊക്കെ ഒരു ടാർഗറ്റ് ഞാൻ തരുന്നുണ്ട്, 12% ഈ മാസം ആവണം കേട്ടോ. 2400 PV ടാർഗറ്റ്, 2400 ഈ മാസം 12%. നിങ്ങൾ വന്നിട്ട് ഒരാഴ്ചയായിട്ട് ഈ മാസം 12% നിങ്ങൾക്ക് ഈസി ആയിട്ട് ആവാൻ പറ്റും. ഒരു ചലഞ്ച് ലിസ്റ്റിലായിക്കോട്ടോ 12%. അതിനെന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചാൽ ഞാൻ പറഞ്ഞുതരാം. 12% നിങ്ങൾ ഈ മാസം ആവും. അതിനോട് വർക്കാ ചെയ്യണം കേട്ടോ. നിങ്ങൾ 12% ആയിട്ട് ജാസ്മി ബ്രോൺസ് ആണ്. പിന്നെ ഒന്ന് ഉണർന്ന് നിന്നാലേ നമുക്ക് റെഡിയാനൊക്കത്തുള്ളൂ. എല്ലാം ഉറങ്ങിക്കിടക്കുന്ന പോലെ കിടക്കുക. ആ ഉറക്കം എണീപ്പിക്കണം ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എല്ലാ മാസം ഉറങ്ങിക്കാണുന്ന ആഗ്രഹം, അല്ലെങ്കിൽ അടുത്ത മാസം അവർ എണീക്കണം ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാസം 12% ജാസ്മി ബ്രോൺസ് ആയാൽ മതി. അവർ ബാക്കിയുള്ള എല്ലാ മാസവും അവർ ഉണർന്ന് നിൽക്കുന്നതാണ്. ജാസ്മി ഈ മാസം ബ്രോൺസ് ആയിട്ട് സബീന 12% ആവുകയാണെങ്കിൽ അടുത്ത അങ്ങോട്ടുള്ള ജനുവരി 1 മുതൽ അടുത്ത 2027 ജനുവരി 1 വരെ അവർ ഉണർന്നിരിക്കുന്നുണ്ടോ?
നിങ്ങളെ വരുമാനം ഞാൻ ഈ പറഞ്ഞ 50,000 കടന്നിട്ടുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? ഈ ഉണർന്നിരിക്കാൻ ആ നിങ്ങൾ ആ ഈ മാസം മാത്രമേ കഷ്ടപ്പെടുന്നുള്ളൂ. ഈ മാസം കഷ്ടപ്പെടുവാണെങ്കിൽ അത് അടുത്ത മാസം തൊട്ട് ഈസി ആയിട്ട് പോകും. അത് ടാസ്ക് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് ചെയ്യത്തില്ല. അതുകൊണ്ടല്ലേ മറ്റുള്ളവരോട് പറയാതെ ടാസ്ക് നമ്മൾ പറയത്തില്ല. നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് ക്ലാസ്സിന് കേറില്ല അവര്. ഏത് നമ്മളെ എത്ര പറഞ്ഞു കൊടുത്തിട്ടും ക്ലാസ്സിന് കേറുന്നില്ല അവര്. ക്ലാസ്സിന് കയറുന്ന കുറച്ച് ആൾക്കാരില്ലേ, ആ കുറച്ചുപേരുണ്ട്. അത് മതി, അത്രേ ഉള്ളൂ. ക്ലാസ്സിന് കയറാത്ത ആൾക്കാരെ ഒന്നും ചെയ്ത് പറ്റത്തില്ല. അവരവിടെ കിടക്കും. അവർ മാറും കുറച്ച് ചെയ്യുമ്പോൾ സബീന. അത് ക്ലാസ്സിന് കയറാത്ത ആൾക്കാർ നിങ്ങളുടെ വരുമാനം കാണുമ്പോൾ മാറിക്കൊള്ളും കേട്ടോ. ആ അത് നിങ്ങൾ വരുമാനം വാങ്ങിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവര് സന്തോഷിക്കും. നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവര് തിരിച്ചു വരും. എനിക്കും വാശിയാ സാറേ, ഇതില് എങ്ങനെയെങ്കിലും സബീന ഇതിലൊന്ന് നിങ്ങളെ നല്ല ചലഞ്ചസ് എന്ന് വെച്ചാൽ നിങ്ങളെ ഉള്ള ആൾക്കാർ മുഴുവൻ നിങ്ങളുടെ കുടുംബക്കാരും ബന്ധക്കാരും ചങ്ങായിമാരാണ്. ഓക്കെ, ബാക്കി ഇതിലുള്ള പല ആൾക്കാർക്കും കുടുംബക്കാരും ചങ്ങായിമാരും ബന്ധക്കാരും ആരും ഇല്ല ബിസിനസ്സിൽ. അവരെല്ലാം എവിടെന്നോ കാണുന്ന ആൾക്കാർ കൊണ്ടിട്ടാണ്. ഇത് നിങ്ങൾക്കും ചെയ്യാൻ പറ്റൂലേ? ആ ആ, നിങ്ങൾ ഇപ്പൊ ജാസ്മി നമ്മളെ കുടുംബക്കാരൊന്നുമല്ലല്ലോ, നമ്മളെ കൂടെ വന്നില്ലേ ബിസിനസ് ജോയിൻ ചെയ്ത്, ശ്രീജന്റെ പരിചയക്കാരല്ലല്ലോ ജാസ്മി, അല്ലേ? ജാസ്മി ഇതിലേക്ക് വന്നിട്ടില്ലേ? നിങ്ങളും അതിലൂടെയും കുറച്ച് ട്രൈ ചെയ്യണം. വെറും പരിചയക്കാരെ മാത്രമാക്കാതെ പുറത്തുള്ള ആൾക്കാർ, സ്ട്രേഞ്ചർ ആയിരിക്കും ബിസിനസ് കണ്ടുവരുന്ന ആൾക്കാർ, പരിചയക്കാരെ നിങ്ങൾ കണ്ടിട്ട് വരുന്ന ആൾക്കാർ. ഞങ്ങൾ സാറേ കുടുംബക്കാരായിട്ട് നിക്കുന്നത്. ആ, ബാക്കി പുറത്തുള്ള ആൾക്കാർ പിന്നെ എല്ലാം ട്രൈ ചെയ്യും. ഓരോരുത്തരാ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം. നമ്മളെ സ്വന്തം ക്വാളിഫിക്കേഷനെ കുറിച്ച് നമുക്ക് പേഴ്സണലി സംസാരിക്കാം. ഇപ്പൊ അതിനെക്കുറിച്ചല്ല, നമ്മളെ മൈൻഡ് മാറ്റാനാണ് ഞാൻ ഇന്ന് മീറ്റിംഗ് വാങ്ങിച്ചത്. നമ്മുടെ മൈൻഡിൽ ആ ആവുന്നില്ല കാര്യം മാറ്റുക. ആവും, തീർച്ചയായിട്ടും ആവും. ആവാൻ ശ്രമിച്ചാൽ മാത്രമേ നിങ്ങൾ എന്തെങ്കിലും ആവത്തുള്ളൂ. ഇല്ലെങ്കിൽ ആവത്തില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആവത്തില്ല. കാരണം എൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കഴിഞ്ഞ മാസം അശ്വിനി ബ്രോൺസ് ഡയറക്ടർ ആയത് ആ രീതി തന്നെയാണ്. അതിൽ താഴെ ഒരു വ്യക്തി 12% ആവണം. അനുശ്രീൻ്റെ ഒക്കെ ഇപ്പോഴത്തെ ലെഗാണ്. നിഖില കപ്പ് തളിപ്പറമ്പ് കണ്ണൂരുള്ള അവള് ചിന്തിച്ചിട്ട് പോയില്ല 12% ആവുന്നുള്ളത്. അവളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും 12%, സാർ അടുത്ത മാസം ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ അടുത്ത മാസമല്ല, നിങ്ങൾക്ക് ഈ മാസം ആയിട്ടില്ലെങ്കിൽ വലിയൊരു പ്രശ്നം നടക്കും, നിങ്ങൾക്ക് ഈ മാസം ആയേ പറ്റുന്നു, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല. അപ്പോൾ അവരോട് എന്താ വേണ്ടത്, ഞാൻ നിങ്ങളുടെ അനിയത്തിനെ ഈ മാസം ഫാസ്റ്റ് ആയിട്ട് 8% ആക്കിയേ പറ്റൂ, എന്നാൽ നിങ്ങൾക്ക് അത് ആവാൻ പറ്റുന്നത്. അനിയത്തിന് ഫാസ്റ്റ് ആയിട്ട് ആക്കിയ സമയത്ത് ഇവള് 12%, അപ്പോൾ അശ്വിനി ബ്രോൺസായി. ചെറിയ കാര്യം ചെയ്തിട്ടുള്ളൂ. അതായത് വെറും 3 മണിക്കൂറുണ്ടാണ്. 3 മണിക്കൂറുണ്ടാണ് അവർ ബ്രോൺസ് ആയിട്ട് 3 മണിക്കൂറുണ്ട് 500 PV കയറി 3 മണിക്കൂറുണ്ട്. എവിടെന്നാ കയറി? അവർക്ക് വരില്ല, എനിക്ക് വരത്തില്ല. അത് കയറി വന്നു അവസാന നിമിഷത്തെ ഓട്ടത്തിലായിരുന്നു 500 PV വന്നു. ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഷാഹുലിനാണ് അലിമ ചോദിച്ച്, ഷാഹുലിനോട് ചോദിച്ചാൽ അങ്ങനെ അദ്ദേഹം സിൽവർ ഡയറക്ടർ ആയിരുന്നു. 2 മണിക്കൂറുണ്ടാകും. അവസാനത്തെ 10:30 മുതൽ 11:30 വരെ വർക്ക് ചെയ്തപ്പോഴാണ് ഷാഹുൽ സിൽവർ ആയത്. ലാസ്റ്റ് നിമിഷമാണ്. അതുകൊണ്ട് നമുക്ക് ഷട്ടർ അടച്ചാൽ നമ്മളത് ക്വാളിഫൈ ചെയ്യും. നിങ്ങൾ മൈൻഡിൽ നിന്ന് അതുവരെ മാറ്റാതിരിക്കുക കേട്ടോ. ക്വാളിഫിക്കേഷനും നിങ്ങൾ എന്താണ് ആഗ്രഹിച്ചത് അത് മാറ്റാതിരിക്കാം. ഈ മാസം ഒരു ടാർഗറ്റ് ചെയ്യുക. സുഷിതയിൽ ഒരു ലെഗ് 14% കഴിഞ്ഞിട്ടുണ്ടല്ലേ? ഒരു ലെഗ് 14% കഴിഞ്ഞു. സുരേഷേട്ടൻ്റെ ലെഗ് അല്ലേ? നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ സൈഡ് ബോർഡിൽ സ്ട്രക്ചർ ആക്കാൻ വേണ്ടിയിട്ട് ആ ടീമിനെ തുടങ്ങിയത് അല്ലേ? ആ ടീം ക്വാളിഫൈ ചെയ്തു. മറ്റേ ടീം അതുപോലെ ആയി തുടങ്ങി. നമ്മൾ അത് എത്താൻ പാടില്ല. ആ എത്തുന്നതിന് മുന്നേ നമുക്കതിനെ ഒരു സ്ട്രക്ചർ ആക്കണം. ഓക്കെ, ഈ നമ്മൾ പുതിയൊരു ജോയിനിങ് തുടങ്ങി നമ്മൾ സൈഡ് ബോർഡത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ ലെഗിന് ക്വാളിഫൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഉദ്ദേശിച്ച കാര്യത്തിൽ എത്തണം. അത് കണ്ടിന്യൂ പ്രോസസ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ്, അത് നമുക്കറിയാലോ. അതുകൊണ്ട് അതിലേക്ക് എങ്ങനെയെങ്കിലും ഒരു സമയം മാറ്റി ചെയ്യും. ഓക്കെ, ഇപ്പൊ ഇന്ന് തൽക്കാലം സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇത് എല്ലാവരും ഇങ്ങോട്ടേ, കുറേ ആൾക്കാർ ഇങ്ങോട്ടേ കയറി വരുന്നു ടൈം ആകുമ്പോൾ കേട്ടോ. ഗ്രൂപ്പിലെ ലിങ്ക് കാണാൻ ചെന്നു. വേറെ എന്തെങ്കിലും ചോദിക്കണം, നമുക്ക് ഓക്കെ ആക്കാം. ആയിക്കോളും കേട്ടോ, ഇത് ശരിയായിക്കോളും. നമ്മുടെ ഗ്രൂപ്പിൽ കുറച്ച് മെസ്സേജ് അയക്കാം, കമന്റ് ഇടാം. എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോൾ ഞാൻ ഇതുവരെ പ്രോസസ് ഇന്ന് ആദ്യമായിട്ടാണ് ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ മാസം വലിയ റിസൾട്ട് ഒന്നും വരത്തില്ല, എന്നാലും കുറേ ആൾക്കാർ റിസൾട്ട് വരുന്നുണ്ട്. ഓക്കെ, അടുത്ത മാസമായിരിക്കും നമ്മൾ യഥാർത്ഥ വർക്ക് നടക്കുന്നുണ്ടാവുക. ഇപ്പൊ ഇപ്രാവശ്യമേ നിങ്ങൾ കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ. ഷഹനാസിന് കസ്റ്റമർ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. 300 PV കസ്റ്റമർ ബുദ്ധിമുട്ടുണ്ടോ? ആ ചെറുതായിട്ട് ഇങ്ങനെ ഈ നമ്മള് ചോദിക്കണവരൊക്കെ ഫോറവറാണ് ചോദിക്കണതേ. ഒരു പേടി അവർക്ക്. കസ്റ്റമർ, പുതിയ കസ്റ്റമർ ഉണ്ടാക്കാൻ, ജോയിനിങ് അല്ല. ആ കസ്റ്റമർ അപ്പോ ശ്രമിക്കുന്നുണ്ട്. കസ്റ്റമറെ 300 PV നിങ്ങൾ ചെയ്യുന്നത്, അത് കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്ത് 300, 310, 320 ആക്കാൻ ശ്രമിക്കണം. അതിൽ കുറയാതിരിക്കാൻ ശ്രമിക്കാം. ഒരു ജോയിനിങ് മസ്റ്റ് ആയിട്ട് ആക്കാൻ ശ്രമിക്കാം. നിങ്ങളതിൽ ജോയിനിങ് കുറവാണ്. അലിമേന്റെ 2 ജോയിനിങ് ബുദ്ധി വന്നിട്ടുണ്ട്. 2 ജോയിനിങ് ഇപ്പൊ ആയിട്ടുണ്ട്. കസ്റ്റമർ ഉള്ളവർക്ക് ജോയിനിങ് കുറവും, ജോയിനിങ് ഉള്ളവർക്ക് കസ്റ്റമർ കുറവും. അങ്ങനെ ഉണ്ടാവാറ് സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടാവും.
ലീഡർഷിപ്പുള്ളവർക്ക് ബിസിനസ് വരില്ല, ലീഡർഷിപ്പുള്ളവർക്ക് വരുമാനം കുറയും. അങ്ങനെയൊക്കെ ഉണ്ട്. കാരണം അവർ അതിൽ ഫോക്കസ് ആവും. ഞാൻ ഇന്ന് രാവിലെ സാജീവ് പറഞ്ഞു, നമ്മൾ എഡ്യൂക്കേഷനിൽ പോയി കഴിഞ്ഞാൽ വരുമാനം കിട്ടത്തില്ല. ഓക്കെ, അതുപോലെ കസ്റ്റമർ കൂടിക്കഴിഞ്ഞാൽ ജോയിനിങ് ഉണ്ടാകത്തില്ല. പ്രൊഡക്റ്റ് നോളജ് കൂടിക്കഴിഞ്ഞാൽ അവർക്ക് ബിസിനസ് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. സംശയം വിനോദ സാറെ കാണില്ല, പ്രൊഡക്റ്റിന്റെ സംശയം പറഞ്ഞു കൊടുക്കാൻ മാത്രമേ സമയമുള്ളൂ പാവത്തിന്. ജോയിനിങ് നടത്താൻ സമയമില്ല. അതാണ് ഇതിനൊരു പ്രശ്നം. നമ്മൾ അച്ചു സാറ് പ്രൊഡക്റ്റ് സെഷൻ ഭയങ്കരമായി ചെയ്യും, അദ്ദേഹം ബിസിനസ് ഫോക്കസ് ചെയ്യില്ല, അദ്ദേഹം അവിടെ എഡ്യൂക്കേഷനിലേക്ക് വീണ് പോകും. രാഘവ സാറ് നല്ല അടിപൊളി പ്രൊഡക്റ്റ് സെഷൻ ചെയ്യും, അദ്ദേഹം അതിൽ ഫോക്കസ് ആണ്, അതിൽ യൂട്യൂബ് ചാനലിൽ ഫോക്കസ് ആണ്. വേറെ ഒന്നും ആക്കി സമയമില്ല, ടീം ഉണ്ടാക്കാൻ സമയമില്ല. ഞാൻ വരുമ്പോൾ അദ്ദേഹം ക്രൗണാണ്, ഇപ്പോഴും ക്രൗണാണ്. മനസ്സിലായില്ലേ? ഞാൻ വരുമ്പോൾ അദ്ദേഹം ക്രൗണാണ്, ഇപ്പോഴും ക്രൗണിൽ തന്നെ. ആ എഡ്യൂക്കേഷൻ വീണ് പോകും. അപ്പോൾ നമ്മൾ, ഞാൻ എഡ്യൂക്കേഷൻ ഭയങ്കര ഇഷ്ടപ്പെടുന്നു. എന്നെ ആരും പൊക്കി പറഞ്ഞ് ഞാൻ നല്ലതായി പൊങ്ങി പോകും. പക്ഷേ പൊങ്ങിയാലും ഞാൻ എൻ്റെ ബിസിനസ് കൊണ്ടേ പോകുള്ളൂ. മനസ്സിലായില്ലേ? എൻ്റെ രണ്ട് കയ്യിലും ബിസിനസ് ഉണ്ടാവും, ഞാൻ അതിൻ്റെ ഒപ്പം അവരും കൊണ്ടുപോകും. അവരെന്നെ എത്ര പൊക്കി കഴിഞ്ഞാലും ഞാൻ അവരുടെ കൂടെ പോകുകയും ചെയ്യും, ബിസിനസ്സും കൊണ്ടേ പോകുള്ളൂ. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ഞാൻ എഡ്യൂക്കേഷനിൽ വീഴുകയും ചെയ്യും. അതേപോലെ ഒന്നും നോ പറയത്തില്ല. ആരെങ്കിലും ഒരു ചാൻസ് എന്നാൽ ഓക്കെ പറഞ്ഞു ചെയ്യും, സമയമില്ലെങ്കിൽ ഓക്കെ പറഞ്ഞു ചെയ്യും. നോ പറയാതിരിക്കും. എന്തെങ്കിലും ഒരു അവസരം, ഇപ്പൊ ഷഹനാസിന്റെ അവസരം ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് സാധിക്കുമെന്ന് എനിക്ക് അറിയാം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് തരുക. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ ഞാൻ നിങ്ങൾ ചോദിക്കത്ത് പോലും ഉണ്ടാവും. അല്ലേ? ഒരു കാര്യം ഞാൻ നിങ്ങൾ തരുവാണ്, അനുസരിയോട് പറയാം, അനുസരി ആ കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, നാളെ നിങ്ങൾ ചെയ്യണം പറഞ്ഞാൽ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റത്തില്ല എന്ന് എനിക്കറിയാം, ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ല. പറ്റുന്ന ആൾക്കാരോട് മാത്രമേ ചോദിക്കത്തുള്ളൂ, അല്ലാതെ ആൾക്കാർ ചോദിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, അത് എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക. അപ്പോൾ അത് ചെയ്യാനുള്ള റെസ്പോൺസ് ഞാൻ ഏറ്റെടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ ആൾക്കാരോട് ഞാൻ ചോദിക്കത്തില്ല, ഒരിക്കലും ചോദിക്കത്തില്ല. കാരണം എനിക്കറിയാം അയാൾക്ക് ഇത് ചെയ്യാൻ പറ്റത്തില്ല, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒന്നും പറ്റുന്നില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കഴിവുണ്ടാവും, ആ കഴിവ് വെച്ച് ഞാൻ അദ്ദേഹത്തിനെ പൊക്കിക്കൊണ്ടിരും. മനസ്സിലാകുന്നത്? ഇപ്പോൾ ഒരു കഴിവില്ലാതെ വ്യക്തി ഉണ്ടാവും, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ചെറിയ കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ടാവും, അത് വെച്ച് ഞാൻ അദ്ദേഹത്തിന് യൂട്ടിലൈസ് ചെയ്ത് കൊണ്ടുവരും. നമ്മളെ സിന്ധു കരുനാഗപ്പള്ളി, അവർക്ക് സൂമിൽ കയറാനേ പറ്റുന്നില്ല, സൂമിൽ വരാൻ പറ്റില്ല. പക്ഷെ അവർ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കോർഡിനേഷൻ ചെയ്ത് അല്ലേ, അവർ ചെയ്യുന്നുണ്ട്. അവരെല്ലാ ഫിസിക്കൽ മീറ്റിൽ പോകുന്നുണ്ട്, ഞാൻ റെക്കോർഡ് സെഷൻ എല്ലാ വീഡിയോയും കാണുന്നുണ്ട്. ഓക്കെ 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 ജി, ഞാൻ ലെഫ്റ്റ് ആയിക്കോട്ടെ, കഴിഞ്ഞു, സെഷൻ കഴിഞ്ഞു, നമ്മൾ ക്ലോസ് ചെയ്യാം, നിങ്ങൾ ലെഫ്റ്റ് ആയിക്കോളൂ, ജോലി സ്ഥലത്ത് ഉള്ളല്ലോ. ഓക്കെ ഓക്കെ, ഇത്രയും കാര്യങ്ങളുള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മളെ മൈൻഡ് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. നമ്മൾ ചെയ്യുന്നുണ്ടാവും ഈ മാസം, നമ്മൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് അവിടെ ഉണ്ടാവും നമ്മൾ റിസൾട്ടിൽ. ഇനി ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലോബൽ സിഒ കയറാം, സുരേഷ് കുമാർ കോതമംഗലത്തിൻ്റെ സെഷൻ കേൾക്കണം ലാസ്റ്റ് കേട്ടോ. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ സാർ, താങ്ക് യു.